ഈ കർത്താവിൻ്റെ പാവനമായ പരിശുദ്ധമായ ശ്രേഷ്ഠനാമം ഇന്ന് നമ്മുടെ നടുവിൽ ഈ വിശുദ്ധ കൂട്ടായ്മയിൽ മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ നാമത്തിന് സ്തോത്രം. നമ്മൾ ഇന്ന് വായിക്കുന്നത് 2 കൊരിന്ത്യർ 1:5 കഴിഞ്ഞ ആഴ്ച നമ്മൾ വായിച്ചതാണ്. ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾ ഞങ്ങളിൽ പെരുകുന്നത് പോലെ തന്നെ ക്രിസ്തുവിനാൽ ഞങ്ങളുടെയും ആശ്വാസവും പെരുകുന്നു. ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾ ഞങ്ങൾ പെരുകുന്നത് പോലെ തന്നെ ക്രിസ്തുവിനാൽ ഞങ്ങളുടെയും ആശ്വാസവും പെരുകുന്നു. നോക്കണം, ഞങ്ങൾ കഴിഞ്ഞ ആഴ്ചയിലും വയനാട്ടിലായിരിക്കുമ്പോൾ ഇവിടുന്ന് പോകുമ്പോൾ പ്രാർത്ഥിച്ചു, കർത്താവേ ചില ആത്മാക്കളെ ഞങ്ങൾക്ക് നൽകണമെന്നും. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് രണ്ടാമത്തെ ദിവസം ഞങ്ങൾക്കൊരു ഫോൺ വന്നു. ഒരു ഹിന്ദി ഫാമിലിക്കും സുവിശേഷം കേൾക്കുവാൻ താല്പര്യമുണ്ട്. അവർ രാത്രി 10 മണി കഴിഞ്ഞേ അവരുടെ ജോലി കഴിഞ്ഞ് ഫ്രീ ആകത്തുള്ളൂ. ഞങ്ങൾ പറഞ്ഞു 10 അല്ല, 11 അല്ല, 12 അല്ല, ഇനി വെളുപ്പിന് 4 മണിയാണെങ്കിലും നമ്മുടെ ജോലി എന്ന് പറയുന്നത് സുവിശേഷമാണ്. അയ്യോ, ഇങ്ങനൊരു ആത്മാവ് ഇങ്ങോട്ട് വരുന്നെന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഞങ്ങൾ ഏത് സമയവും തയ്യാറാണ്. അവർ വന്നു, ഞങ്ങൾ അവരോട് സുവിശേഷം അറിയിച്ചു. അവരോട് 2 മണിക്കൂർ സംസാരിച്ചു. അവർ ഭാര്യയും ഭർത്താവും വെസ്റ്റ് ബംഗാളിൽ നിന്നുള്ളവരാണ്. അവരുടെ ഹൃദയം ദൈവം തുറന്നു. അവർ രണ്ടുപേരും കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുവാൻ സഭയിൽ വരുവാനിടയായി. അത് നമ്മളുടെ ആരുടെ ഒരു കഴിവൊന്നുമല്ല, നമ്മൾ സുവിശേഷം പറഞ്ഞതുകൊണ്ടൊന്നുമല്ല. അതിൻ്റെ പിന്നിൽ വേറൊരു സാക്ഷ്യമുണ്ട്. ഈ സഹോദരൻ്റെ ജ്യേഷ്ഠൻ ബംഗാളിൽ നിന്നും നാടുവിട്ട്, എന്ന് വെച്ചാൽ ബംഗാളിൽ നിൽക്കുവാൻ ഗത്യന്തരമില്ലാതെ നാടിനും വീടിനും ശാപമായി നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും പറഞ്ഞു, ഇവൻ രക്ഷപ്പെടുകയില്ല, ഇവനിനി ഒരിക്കലും നന്നാകത്തില്ല, ഇവൻ നശിച്ചു പോകുകയേ ഉള്ളൂ. കാരണം അതുപോലെ ജീവിതവും പ്രവൃത്തിയും എന്ന് പറഞ്ഞാൽ ഒരിക്കലും നന്നാകാനുള്ള യാതൊരു മാർഗങ്ങളും ഇല്ലാത്ത ഈ സഹോദരൻ നാട്ടിൽ നിൽക്കുവാൻ ഗതിയില്ലാതെ, നാട്ടിൽ നിൽക്കുവാൻ കഴിയാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് നിക്കക്കള്ളിയില്ലാതെ ട്രെയിനകത്ത് കയറിയും ഈ കോഴിക്കോട് വരുവാനിടയായി തീർന്നു. കോഴിക്കോട് വന്നും അവിടെയും ഇതേ ജീവിത രീതി തന്നെ തുടർന്നു. എന്നാൽ ഏതോ ഈ സഹോദരന്റെ ജീവിതം കണ്ടിട്ട് ആരോ ഒരു വ്യക്തി ഇദ്ദേഹത്തെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കൂട്ടിക്കൊണ്ടു പോകുവാനിടയായി തീർന്നു. നോക്കണം, ആ പ്രാർത്ഥനയിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ സാന്നിധ്യം ഉണ്ടാകുകയും ആ പ്രാർത്ഥനയിൽ ഈ സഹോദരന്റെ ഹൃദയം തുറക്കപ്പെടുകയും ഈ സഹോദരൻ വാവിട്ട് കരഞ്ഞ് 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 ആ മകൻ തൻ്റെ പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് കർത്താവായ യേശുവിനെ കോഴിക്കോട് വെച്ച് രക്ഷിതാവായി സ്വീകരിക്കുവാൻ ഇടയായി തീർന്നു. ആ മകന്റെ രക്ഷയെന്ന് പറയുന്നത് വെറും ഒരു സാധാരണ രക്ഷയല്ലായിരുന്നു. ഒരു ഡയറക്റ്റ് എൻകൗണ്ടർ, ഒരു ഡയറക്റ്റ് പരിശുദ്ധാത്മാവിന്റെ ഒരു ഇടപെടലായിരുന്നു. ആഴമായി ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് കടന്നു വന്നും ഒരു വലിയ രൂപാന്തരണം കൊടുക്കുകയായിരുന്നു. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും പലരിലും അത് പുതിയ സൃഷ്ടിയാകാതിരിക്കുമ്പോൾ ഈ മകന്റെ ജീവിതത്തിൽ അത് യഥാർത്ഥമായ ഒരു പുതിയ സൃഷ്ടിയായി തീരുവാനിടയായി തീർന്നു. ഈ വ്യത്യാസം അത് കഴിഞ്ഞൊരു ബംഗാളി ബൈബിള് ആ മകന് കിട്ടുവാൻ ഇടയായി തീർന്നു. ആ മകൻ ഈ ബംഗാളി ബൈബിൾ ആർത്തിയോടുകൂടെ ഈ ബൈബിളും രാത്രിയും പകലും വായിക്കുവാൻ വേണ്ടി തുടങ്ങി. നോക്കണം, പരിശുദ്ധാത്മാവ് ഉള്ളിൽ വന്നു കഴിയുമ്പോൾ, ദൈവസാന്നിധ്യം നമ്മളിലേക്ക് ഇറങ്ങി വന്നു കഴിയുമ്പോൾ, ക്രിസ്തുവിനെ യഥാർത്ഥമായി ഹൃദയത്തിൽ സ്വീകരിച്ചു കഴിയുമ്പോൾ അവർക്കുണ്ടാകുന്ന ആഗ്രഹം എന്ന് വെച്ചാൽ, ഒരു കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ വാവിട്ട് കരയും. അത് കഴിഞ്ഞിട്ട് ഉടനെ അതിന് വേണ്ടുന്നത് പാലാണ്, മായമില്ലാത്ത പാലാണ്. നോക്കണം, രക്ഷിക്കപ്പെട്ട ഒരാള് ക്രിസ്തുവിൽ വളരുന്നതിൻ്റെ ഒരു ലക്ഷണമാണ് ദൈവവചനം ആർത്തിയോടുകൂടെ ഇത് വായിക്കുന്നത് കാണുമ്പോൾ നമുക്കറിയാം ഇദ്ദേഹം യഥാർത്ഥമായ രക്ഷയിലേക്ക് വളരുകയാണ്. അങ്ങനെ ഈ ബൈബിള് വായിച്ച് ഈ വചനങ്ങളെല്ലാം തൻ്റെ ഉള്ളിലേക്ക് കടന്നു വരികയും തൻ്റെ ജീവിതത്തിലുള്ള മുഴുവൻ പാപസ്വഭാവങ്ങളും താൻ അറിയാതെ തന്നെ വിട്ടു പോകുന്നതായിട്ട് തനിക്ക് മനസ്സിലായി. അങ്ങനെ സ്നാനം സ്വീകരിച്ച് യേശുവിനോട് ചേർന്നു. അത് കഴിഞ്ഞ് തൻ്റെ ഈ കോഴിക്കോടുള്ള ക്യാമ്പുകളിലൊക്കെ പോയി ബംഗാളികളായിട്ടുള്ള ആളുകളുടെ അടുക്കൽ ചെന്നിട്ട് ഈ ഒന്നിനും കൊള്ളാത്ത സമൂഹത്തിന്, കേരളത്തിന് തന്നെ ശാപമായിട്ടുള്ള അല്ലെങ്കിൽ പോലീസിന് തലവേദനയായിട്ടുള്ള ആളുകളോടൊക്കെ സുവിശേഷം അറിയിക്കാൻ വേണ്ടി പോയി. അവരിൽ കുറച്ചു പേരെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കൊണ്ടുപോയി. എന്നിട്ട് കുറച്ചു നാൾ കഴിഞ്ഞിട്ട് ഈ സഹോദരൻ വെസ്റ്റ് ബംഗാളിലേക്ക് കടന്നുപോയിട്ട് തൻ്റെ ഭവനത്തെ തന്നെ വെളിപ്പെടുത്തി. നമ്മുടെ കർത്താവ് പറയുന്നുണ്ട്, നിന്റെ ഭവനത്തിൽ പോയി നിന്നെ തന്നെ വെളിപ്പെടുത്തുക. അങ്ങനെ ഈ സഹോദരൻ
ഈ നാട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ തൻ്റെ ജീവിതവും തൻ്റെ പ്രാർത്ഥനയും തൻ്റെ ജീവിതത്തിൽ വന്ന ആ സൗമ്യതയും താഴ്മയും തൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകളും തൻ്റെ മാതാപിതാക്കളെ അത്ഭുതപ്പെടുത്തി, സഹോദരങ്ങളെ അത്ഭുതപ്പെടുത്തി, നാട്ടുകാരെ അത്ഭുതപ്പെടുത്തി. ആ നാട്ടുകാർ ഒന്നിച്ച് സാക്ഷ്യം പറഞ്ഞു, ഇതൊരിക്കലും മനുഷ്യനാൽ സാധ്യമായിരുന്നില്ല, കാരണം ഇവൻ ഒരിക്കലും ഗുണം പിടിക്കുകയില്ല, ഇവൻ ഒരിക്കലും നന്നാകുകയില്ല, ഇവൻ നശിച്ചു പോവുകയുള്ളൂ എന്ന് വീട്ടുകാരും നാട്ടുകാരും മുദ്രയിട്ട ഈ സഹോദരന്റെ ജീവിതത്തിൽ വന്ന മാറ്റം കണ്ടപ്പോൾ വീട്ടുകാരെ ക്രിസ്തുവിലേക്ക് ആകർഷിക്കപ്പെടുവാനിടയായി തീർന്നു. എന്നിട്ട് നാട്ടുകാരോട് സുവിശേഷം അറിയിക്കുവാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ തൻ്റെ ബന്ധുക്കളുടെ ഇടയിലും ആ ഗ്രാമത്തിൽ തൻ്റെ പരിചയത്തിലുള്ള ഇടയിൽ കടന്നു ചെന്നിട്ട് സുവിശേഷം അറിയിക്കുമ്പോൾ ഇന്ന് അവിടെ 60 പേര് ഒരാൾ പോലും ക്രിസ്ത്യാനികളായിട്ടില്ലാതിരുന്ന ആ സ്ഥലത്ത് ഈ സഹോദരന്റെ വീട്ടിലെ ഇപ്പോൾ 60 പേരും കർത്താവായ യേശു ക്രിസ്തുവിനെ ആരാധിക്കുവാൻ വേണ്ടി കടന്നു വരുന്നു. നോക്കണം, ദൈവത്തിൻ്റെ പ്രവൃത്തി എത്ര അഗോചരമാണ്. അപ്പോൾ ഞങ്ങളുടെ ഭവനത്തിൽ കടന്നു വന്നത് ഈ സഹോദരന്റെ ഇളയ സഹോദരനാണ്. ഈ ഇളയ സഹോദരനും ഭാര്യയുമാണ് കടന്നു വന്നത്. അവർ ഞങ്ങളോട് പറയുകയാണ്, പാസ്റ്റർ, ഇത് ഒരിക്കലും ഞങ്ങൾക്ക് വിശ്വസിക്കുവാൻ കഴിയുന്ന ഒരു കാര്യമായിരുന്നില്ല. ഇങ്ങനെ ഒരു മാറ്റം ഞങ്ങളുടെ സഹോദരന്റെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഒന്ന് തീരുമാനിക്കുവാൻ കഴിഞ്ഞു, ഇത് ദൈവത്താൽ അല്ലാതെ അല്ല. അന്ന് മുതൽ ഞങ്ങളുടെയും ഹൃദയത്തിൽ ഒരു ആഗ്രഹം, ഈ ബൈബിളിനകത്ത് എന്താണ് ഇരിക്കുന്നത്, ഈ ക്രിസ്തുവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ മാറ്റം വരുന്നത് എന്നൊക്കെ അവരുടെയും ഹൃദയത്തിൽ ചിന്തകൾ ഉണ്ടായി. അങ്ങനെയാണ് അവരുടെ ഹൃദയത്തിലുള്ള ആഗ്രഹം പറഞ്ഞു കൊടുക്കുവാൻ വേണ്ടി അവർ ഞങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു വന്നത്. ദൈവത്തിൻ്റെ കൃപയാൽ നോക്കണം, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി. അതോടുകൂടെ കർത്താവായ യേശു ക്രിസ്തു കൊടുക്കുന്ന ഒരു വാഗ്ദത്തമുണ്ട്, നീയും നിന്റെ കുടുംബവും എന്ത് ചെയ്യും? രക്ഷ പ്രാപിക്കും. നോക്കണം, ഞാൻ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചതും ഞാൻ എല്ലാവരുടെയും അനുഭവം വ്യത്യസ്തമായിരിക്കും. ഓരോരുത്തരുടെയും, ചിലരുടെ ജീവിതത്തിൽ പിന്നെ ഒരാൾ ഒരു കുടുംബത്തിൽ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവൻ എത്ര നന്നായെന്ന് പറഞ്ഞാലും അവർ ശത്രുക്കളായി തീരുന്ന കാഴ്ചയാണ് പൊതുവെ നമ്മൾ കാണാറുള്ളത്. എന്നാൽ ചിലരുടെ ജീവിതത്തിൽ കുടുംബത്തിലുള്ളവർക്ക് ഈ അത്ഭുതം കണ്ടിട്ടും അവരെല്ലാവരും കൂട്ടത്തോടെ വിശ്വാസത്തിൽ വരുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ഇങ്ങനെ ഒത്തിരിയും പേര് വിശ്വാസത്തിൽ വന്ന സാക്ഷ്യങ്ങളൊക്കെ ഞാൻ കേട്ടു. ഞാനും വിചാരിച്ചു, ഞാൻ ചണ്ഡീഗഡിൽ വെച്ച് രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പം ഞാൻ വെക്കേഷന് നാട്ടിലേക്ക് വരികയാണ്. എൻ്റെ ഹൃദയം തുറന്നതുപോലെ എൻ്റെ വീട്ടിലുള്ളവരുടെ എല്ലാവരുടെയും ഹൃദയം ദൈവം തുറക്കുമെന്നൊക്കെ ഉള്ള വലിയ വിശ്വാസത്തോടു കൂടെയാണ് ഞാൻ കടന്നു വന്നത്. വലിയൊരു ബലൂൺ ഇങ്ങനെ വീർപ്പിച്ച് നിറഞ്ഞിങ്ങനെ കടന്നു വരികയാണ്. ഞാൻ കടന്നു വന്നും ആദ്യത്തെ ദിവസം തന്നെ ഈ എൻ്റെ അനുഭവങ്ങളെല്ലാം അവരോട് പറഞ്ഞു. പക്ഷേ അവർക്ക് അത് ഉൾക്കൊള്ളുവാനായിട്ട്, അംഗീകരിക്കുവാനായിട്ട് ഒരിക്കലും അവരെ തയ്യാറായിരുന്നില്ല. ഈ ബലൂണിനകത്തിലെ കൊട്ടസൂരി വെച്ച് കുത്തുന്നത് പോലെ തന്നെ, ഷൂ എന്ന് പറയുന്നത് പോലെ നമ്മുടെ എല്ലാം ഒറ്റ നിമിഷം കൊണ്ട് എന്ത് ചെയ്തു? നഷ്ടപ്പെട്ടു പോകുവാനിടയായി തീർന്നു. ഞാൻ ഭയങ്കര നിരാശനായി തീർന്നു. കാരണം എന്ത് പറഞ്ഞിട്ടും ഇവരടുക്കുന്നില്ല. നോക്കണം, 8 വർഷം ഇവരെന്നെ ഉൾക്കൊണ്ടില്ല, അവരെന്നെ തള്ളിക്കളഞ്ഞു. അംഗീകരിക്കുവാൻ ഞാൻ ഒരു മകനാണ്, എനിക്ക് മൂത്ത 3 സഹോദരിമാരാണ്, ഞാൻ ഏറ്റവും ഇളയ ആളാണ്. പക്ഷെ എങ്കിലും അവർക്ക് എന്നെ അംഗീകരിക്കുവാൻ തയ്യാറായില്ല. പക്ഷെ ഞാൻ വിട്ടുകൊടുക്കുവാൻ തയ്യാറായിരുന്നില്ല. ഞാൻ എൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുവാനും ഉപവസിക്കുവാൻ വേണ്ടി തുടങ്ങി. ഞാൻ ചില വചനങ്ങൾ എടുത്ത് ഞാൻ പ്രാർത്ഥിക്കുവാൻ വേണ്ടി തുടങ്ങി. എങ്ങനെ പ്രാർത്ഥിക്കുന്നത്? കർത്താവ് പറഞ്ഞു, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്നും. അപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവെ, അങ്ങ് തന്നിരിക്കുന്ന വാഗ്ദത്തം ഞാൻ മാത്രമല്ല, എൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്നാണല്ലോ അവിടുത്തെ വചനം. അങ്ങനെയാണെങ്കിൽ എൻ്റെ കുടുംബത്തെ എനിക്ക് നൽകണം. എൻ്റെ കുടുംബം ഞങ്ങൾക്ക് ഒന്നിച്ച് ഈ ദൈവത്തെ, ജീവനുള്ള ദൈവത്തെ ആരാധിക്കണം. കാരണം എൻ്റെ അമ്മ ലക്ഷ്മി എന്നാണ് പേരും. ഈ എവിടെയൊക്കെ ക്ഷേത്രങ്ങളുണ്ടോ, ക്ഷേത്രം കണ്ടു കഴിഞ്ഞാൽ ആ ക്ഷേത്രത്തിൽ ഒന്ന് കയറി ഒന്ന് നമിച്ചിട്ടല്ലാതെ ഒരിക്കലും അവിടെ നിന്ന് മാറത്തില്ല. അത്രയ്ക്ക് അമ്പല ഭക്തിയായ ഒരു സ്ത്രീ ആയിരുന്നു എൻ്റെ അമ്മ. എൻ്റെ അമ്മയ്ക്ക് അറിയാത്ത മന്ത്രങ്ങൾ കുറവായിരുന്നു. കാരണം എൻ്റെ അമ്മയുടെ അച്ഛൻ എന്ന് പറഞ്ഞാൽ പേരുകേട്ട ഒരു ഭാഗവതരായിരുന്നു. അപ്പൊ അപ്പൂപ്പൻ മരിക്കുമ്പോൾ ആ ഭാഗവതം എൻ്റെ അമ്മയ്ക്ക് കൈമാറിയിട്ടാണ് ഈ അപ്പൂപ്പൻ പോകുന്നതും. അപ്പോൾ ഈ ചെറുപ്പം മുതൽ തന്നെ ഈ രാമായണവും ഭാരതവും ഭാഗവതവും എല്ലാം എൻ്റെ അമ്മ വളരെ നന്നായിട്ട് കൈകാര്യം ചെയ്യും. ക്ഷേത്രങ്ങളിലൊക്കെ വായിക്കുവാൻ വേണ്ടി
പോകുമായിരുന്നു. എവിടെയൊക്കെ വായനയുണ്ടോ എൻ്റെ അമ്മയെ വിളിക്കുമായിരുന്നു. അപ്പോൾ വായിക്കുവാൻ ഈ ഭാഗവത പാരായണത്തിൽ ഭയങ്കരമായ ഒരു നൈപുണ്യം, ആ ആ രാഗത്തിൽ ആ ഈണത്തിലും ഒക്കെ ഇങ്ങനെ വലിച്ചും കുറുക്കിയും നീട്ടിയൊക്കെ ഇങ്ങനെ ഇങ്ങനെ അവര് ചൊല്ലുമായിരുന്നു. അപ്പം ഞാൻ ഇതും അനുകരിക്കുമ്പോൾ ഞാനും നോക്കിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് ആ ഈണമോ രാഗമോ ഒന്നും കിട്ടിയിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ ആ വഴി അങ്ങ് വിട്ടുകളഞ്ഞു. ഞാൻ അപ്പം വിചാരിച്ച് ഇത് ഓരോരുത്തർക്ക് വേണ്ടി കിട്ടിയിരിക്കുന്ന ഓരോ കഴിവുകളാണ് എന്ന് പറഞ്ഞു. അപ്പൊ നോക്കണം, എൻ്റെ അമ്മ ലക്ഷ്മി, എന്നെ പ്രസവിച്ച് എൻ്റെ അമ്മ നരകത്തിൽ പോകുവാൻ എനിക്ക് ആഗ്രഹമില്ല. എനിക്കൊരു കാര്യം അറിയാം, ഇതല്ലാതെ വേറൊരു സത്യമില്ല, ഇതല്ലാതെ വേറൊരു സത്യമില്ല. പിന്നെ വേറൊരു സംഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി. ഞാൻ ചണ്ഡീഗഡിൽ വെച്ച് രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പം ഞാൻ ഭയങ്കരമായി ആക്റ്റീവ് ആകാൻ വേണ്ടി തുടങ്ങി. കാണുന്ന ഹിന്ദുക്കളോടെല്ലാം, മലയാളികളോടെല്ലാം, കേരള സമാജമുണ്ട് അവിടെ, മലയാളി സമാജം, അവിടെ ഉള്ളവരോടെല്ലാം ഈ സുവിശേഷം അങ്ങോട്ട് പറയാൻ തുടങ്ങി കഴിഞ്ഞപ്പം അതിനകത്ത് ഒരു നേതാവ് എന്നെ, കേരള സമാജത്തിലെ ഒരു നേതാവ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ ഇതൊന്നും നമുക്കുള്ളതല്ല, ഇതൊക്കെ ഈ ക്രിസ്ത്യാനികളും ഇത് ഒരു തട്ടിപ്പാണ്, ഇത് നിന്നെ വെച്ചിട്ട് അവർ മുതലെടുക്കും, ഇതൊക്കെ അവർ പണം, അവർക്കൊക്കെ ലക്ഷക്കണക്കിന് ഡോളർ പണം വരുന്നുണ്ട്, പിന്നെ നീ ഈ പോകുന്ന വഴി അത്ര ശരിയായിട്ടുള്ള ഒരു വഴിയല്ല. കാരണം നിന്റെ ഈ വിശ്വാസം നീ എത്രത്തോളം കാത്തു സൂക്ഷിക്കും? കാരണം നിന്റെ അമ്മ മരിച്ചു കഴിഞ്ഞാൽ ആ ചിതയ്ക്ക് തീ കൊടുക്കേണ്ടുന്നത് നീ ഏക മകനാണ്. നീ ചെല്ലുന്നത് വരെയും ആ ബോഡി നിന്നെ കാത്ത് അവിടെ കിടക്കും. പിന്നെ മകനാന്ന് പറഞ്ഞിട്ട് അടുത്ത വീട്ടിലെ ഉണ്ണികൃഷ്ണൻ വന്നിട്ട് ചിതയ്ക്ക് തീ കൊടുക്കാൻ പറ്റത്തില്ല. നീ ആ ചിതയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നീ എന്താ നിന്റെ വിശ്വാസം സൂക്ഷിച്ചുകൊണ്ടിരിക്കുമോ? നിന്റെ അപ്പം മരിച്ചു കഴിയുമ്പോൾ ആരാ ചിതയ്ക്ക് തീ കൊടുക്കും? മോനെ, ഇതൊന്നും നമുക്ക് ഭാവിക്ക് പറ്റിയല്ല. വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഉള്ളിൽ വെച്ചുകൊണ്ട് നടന്നാൽ കുഴപ്പമൊന്നുമില്ല. യേശുവിനോടും പ്രാർത്ഥിക്കുന്നത് കൊണ്ട് എന്തില്ല, തെറ്റൊന്നുമില്ല. അപ്പൊ അവർ വിചാരിക്കുന്നത് പല ദൈവങ്ങളിൽ ഒരു ദൈവമാണ് യേശു. യേശുവിനോടും കൂടെ പ്രാർത്ഥിച്ചാൽ അവർക്കൊരു വിശേഷമൊന്നുമില്ല, അവർക്കൊരു പ്രയാസമൊന്നുമില്ല. പക്ഷേ യേശു ക്രിസ്തു മാത്രമാണ് ദൈവം എന്ന് പറയുമ്പോഴാണല്ലോ ഈ ഏറ് വരുന്നതും ഈ അടി വരുന്നതും. ഇനിയിപ്പോ എവിടെയാണെന്ന് പറഞ്ഞാലും രാമന്റെയും കൃഷ്ണന്റെയും മുരുകന്റെയും കൂട്ടത്തിൽ ഒരു ദേവനാണ് യേശു ക്രിസ്തു എന്ന് പറയുന്നതിനകത്ത് ആർക്കും ഒരു യേശുദേവനെയും കൂടെ അതിന്റെ കൂടത്തിൽ വയ്ക്കുന്നത് കൊണ്ട് ആർക്കും ഒരു പ്രയാസമില്ല. പക്ഷെ യേശു ക്രിസ്തു മാത്രമാണ് ദൈവം എന്ന് പറയുമ്പോഴാണ് നമുക്കെതിരെയും ആയുധം എടുക്കുന്നത്. എന്തുകൊണ്ടാണ് നിങ്ങൾ യേശു ക്രിസ്തു മാത്രമേ ദൈവമുള്ളൂ എന്ന് പറയുന്നത്? അതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളെ അടിക്കുന്നതും, അതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളെ ഉപദ്രവിക്കുന്നത്, അതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളെ ഈ ഞങ്ങളുടെ ദേശത്ത് നിന്ന് ഓടിക്കുന്നത് എന്ന് പലപ്പോഴും പലരും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരും, നമുക്ക് ഒരു കാര്യം അറിയാം, സത്യം ഒന്നേ ഉള്ളൂ. സത്യം 2ഉം 3ഉം 4ഉം ഒന്നുമില്ല, ഒരേ ഒരു സത്യമേ ഉള്ളൂ. ഈ പ്രപഞ്ചം മുഴുവൻ വെളിച്ചം കൊടുക്കുവാൻ, ഈ പ്രപഞ്ചം മുഴുവനും നോക്കണം പ്രകാശം കൊടുക്കുവാൻ ഒരേ ഒരു സൂര്യൻ മാത്രമേ ഉള്ളൂ. ഇന്ത്യയുടെ ശത്രുവാണ് പാകിസ്ഥാൻ. പാകിസ്ഥാന് വേറൊരു സൂര്യനില്ല, ഇന്ത്യക്ക് വേറൊരു സൂര്യനില്ല. നോക്കണം, ഇറാന് വേറെ സൂര്യനും സൗദി അറേബ്യക്ക് വേറെ സൂര്യനും ഇല്ല. സൗത്ത് കൊറിയയ്ക്കും നോർത്ത് കൊറിയയ്ക്കും ഒന്നും വേറെ സൂര്യന്മാരില്ല. ഈ പ്രപഞ്ചം മുഴുവനും പ്രകാശം കൊടുക്കുവാൻ ഒരേ ഒരു സൂര്യനേ ഉള്ളൂ. അതേപോലെ ഒരേ ഒരു സത്യം മാത്രമേ ഉള്ളൂ, 2ഉം 3ഉം സത്യങ്ങളൊന്നുമില്ല. നോക്കണം, ഡൽഹിക്ക് പോകുവാൻ വേണ്ടി പല വഴികളുണ്ട്, 100 കണക്കിന് വഴികളുണ്ട് ഡൽഹിയിൽ എത്തുവാൻ വേണ്ടി. പക്ഷേ സ്വർഗത്തിലെത്തുവാൻ പല വഴികളില്ല. പല വഴികളിൽ ഒരു വഴിയല്ല കർത്താവ്. പിന്നെ പലരും പറയും എല്ലാ നദികളും ചെന്ന് ചേരുന്നത് സമുദ്രത്തിലാണ്, അതുകൊണ്ട് ഒരു ശക്തി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാ മതങ്ങളെയും നമ്മൾ എന്ത് ചെയ്യണം? അംഗീകരിക്കണം. എല്ലാ മതങ്ങളും അവസാനം ചെന്ന് ചേരുന്നത് സമുദ്രത്തിലാണ്. ഇതൊക്കെ പറയുമ്പോൾ കേട്ടിരിക്കുവാൻ സുഖമുണ്ടെങ്കിലും സത്യം അറിഞ്ഞ ഒരു വ്യക്തിക്ക്, അതായത് ക്രിസ്തുവിനെ അനുഭവിച്ചറിഞ്ഞ ഒരു വ്യക്തിക്ക് പറയുവാൻ വേണ്ടി കഴിയും. അതായത് 4:12 അപ്പോസ്തല പ്രവൃത്തി പറയുന്നത് പോലെ മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ, നാം വീണ്ടും ജനിക്കുവാൻ, നമ്മുടെ പാപങ്ങൾ മോചിപ്പിക്കപ്പെടുവാൻ, നമുക്ക് നിത്യജീവൻ ലഭിക്കുവാൻ, പാപമോചനം ലഭിക്കുവാൻ മറ്റൊരു മാർഗമില്ല. ഒരേ ഒരു മാർഗം, ആകാശത്തിന്റെ കീഴിൽ ഭൂമിയിൽ മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ടിരിക്കുന്ന ഏകനാമം യേശു ക്രിസ്തു എന്ന നാമം മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ നാമം പറയാതിരിക്കുവാൻ നമുക്ക് കഴിയത്തില്ല. പല വഴികളിൽ ഒരു വഴിയല്ല, പല ദൈവങ്ങളിൽ ഒരു ദൈവമല്ല യേശു, ഏക സത്യ ദൈവമാണ് യേശു. ഇത് നമുക്ക് പറയാതിരിക്കുവാൻ, കാരണം നമുക്ക് കോംപ്രമൈസ് ഇല്ല. അടി കൊള്ളാതെ ഇരിക്കുവാൻ, ഇടി കൊള്ളാതെ ഇരിക്കുവാൻ, ജയിലിൽ കിടക്കാതിരിക്കുവാൻ
ജയ് ശ്രീരാം വിളിക്കട എന്ന് പറയുമ്പം പലരും ജയ് ശ്രീരാം വിളിച്ചിട്ട് രക്ഷപ്പെട്ടു പോയിട്ടുണ്ട്. പിന്നീടും അവർ വീണ്ടും കയ്യിൽ കഷത്തിൽ ബൈബിള് വച്ചിട്ടും സുവിശേഷം അറിയിക്കുവാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഇത് ദൈവം അംഗീകരിക്കുന്ന കാര്യമല്ല. നമുക്കറിയാം, കേരളത്തിൽ പണ്ടൊരു ദൈവദാസനെ കുറെ വർഷങ്ങൾക്ക് മുമ്പം ഒരു RSSകാരൻ, മുടിയുള്ള ഒരു RSSകാരൻ വയറിനകത്ത് പിടിച്ച് ഇങ്ങനെ തിരിക്കുന്ന ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു വീഡിയോ ഒരുപക്ഷെ നിങ്ങൾ കണ്ടു കാണും. അപ്പം അദ്ദേഹത്തോട് പറയുന്നുണ്ട്, വലിച്ചു കീറിടാം, ഈ കയ്യിലിരിക്കുന്ന ദൈവവചനം ട്രാക്സ് വലിച്ചു കീറിട എന്ന് പറയുമ്പോൾ ആ ദൈവദാസൻ ആ ദൈവവചനം ആ ട്രാക്സ് എന്ത് ചെയ്യുന്നുണ്ട്, വലിച്ചു കീറി അവിടെ ഇടുന്നത് കാണുന്നുണ്ട്. അതൊരിക്കലും ദൈവത്തിന് നോക്കണം, അത് കർത്താവിനെ നമ്മൾ വലിച്ചു കീറണം. ആ ട്രാക്സിനകത്താണെങ്കിലും ദൈവവചനമാണ് എഴുതിയിരിക്കുന്നത് എന്നുള്ള കാര്യം മറന്നു പോകരുത്. നോക്കണം, അവൻ വലിച്ചു കീറുന്നെങ്കിൽ വലിച്ചു കീറട്ടെ, അവൻ ചവിട്ടി തേക്കുന്നെങ്കിൽ ചവിട്ടി തേക്കട്ടെ. പക്ഷെ നമ്മൾ അതിന് ഗഡ്സ് ഇല്ലാത്ത ഒരു വ്യക്തി ഒരിക്കലും സുവിശേഷം അറിയിക്കാൻ വേണ്ടി പോകരുതും. കാരണം ഭീരുമായ ഒരു വ്യക്തി വീട്ടിലിരുന്നാൽ മതി. എന്തതിശയമേ ദൈവത്തിന് സ്നേഹമെന്നുള്ള പാട്ടൊക്കെ പാടി വീട്ടിലിരുന്നങ്ങ് ഭജിച്ചാൽ മതി. ധൈര്യമില്ലാത്ത വ്യക്തി, ചങ്കൂറ്റമില്ലാത്ത ഒരു വ്യക്തി ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, സുവിശേഷം അറിയിക്കാൻ വേണ്ടി പോകുവാൻ പാടില്ല. അപ്പൊ കീറട എന്ന് പറയുമ്പോൾ കീറുവാനുള്ളതല്ല ദൈവത്തിന്റെ വചനം. ചവിട്ടിട എന്ന് പറയുമ്പോൾ, തുപ്പട എന്ന് പറയുമ്പോൾ തുപ്പുവാനുള്ളതല്ല ദൈവത്തിന്റെ വചനം. ഞാൻ പണ്ടൊരു വീഡിയോ കാണിച്ചു, ഛത്തീസ്ഗഡിലെ 3-4 പേരും ബൈബിള് താഴെ വെച്ചിട്ട് ധൂക്കോ, ഇല്ലെങ്കിൽ നിന്നെ ഇപ്പോൾ ഇരുമ്പ് വടികൾ കൊണ്ട് അടിച്ച് കൊന്നുകളയും, ഇല്ലെങ്കിൽ ഈ അടിക്കഷണങ്ങൾ കൊണ്ട് നിങ്ങളെ ജീവനോടെ അടിച്ചു കൊല്ലും, ജീവനോടെ ഞങ്ങൾ കത്തിച്ചു കളയുമെന്നൊക്കെ പറയുമ്പോൾ ധൂക്കോ എന്ന് പറയുമ്പോൾ നോക്കണം, ആ സഹോദരിമാരും സഹോദരന്മാരും ആ ദൈവവചനത്തെ തുപ്പുന്നത് നമ്മൾ കണ്ടതാണ്. നോക്കണം, ഒരിക്കലും പാടില്ല. സത്യത്തിന് വേണ്ടി മരിക്കുന്നതിനേക്കാൾ ഭാഗ്യം മറ്റൊന്നുമില്ല. സത്യത്തിന് വേണ്ടി ജീവിക്കുന്നതിനേക്കാൾ ഭാഗ്യം മറ്റൊന്നുമില്ല. ഒരേ ഒരു ജീവിതമേ ഉള്ളൂ, ഒരേ ഒരു ജീവിതം. സത്യത്തിന് വേണ്ടി ആ ജീവിതം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ എത്ര ശ്രേഷ്ഠകരമായിരിക്കും. നമ്മൾ ഒരിക്കലും പിന്മാറിപ്പോകുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. നമ്മൾ പ്രാപിച്ചിരിക്കുന്നത് ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, ഭയത്തിന്റെ ആത്മാവിനെ അല്ല, പേടിയുടെ ആത്മാവിനെ അല്ല. വാളുമായിട്ട് മുന്നിൽ നിൽക്കുമ്പോൾ, വാളുമായിട്ട് മുമ്പിൽ നിൽക്കുമ്പോൾ വെട്ടിക്കൊല്ലും, കഴുത്ത് വെട്ടും എന്നൊക്കെ പറയുമ്പോൾ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു വിശ്വാസി, ഒരു ദൈവഭക്തൻ, കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ, അതിനേക്കാൾ ശ്രേഷ്ഠമായത് മറ്റൊന്നുമില്ല. നോക്കണം, ലോകത്തിൽ 12,000 പേരാണ് പാമ്പ് കടിയേറ്റ് ഒരു വർഷം മരിക്കുന്നത്. പാമ്പിന്റെ കടിയേറ്റ് 12,000 പേര് ഒരു വർഷം മരിക്കും. അതിനകത്ത് ഏറ്റവും കൂടുതൽ ആളുകളും മരിക്കുന്നത് ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ പാമ്പിന്റെ കടിയേറ്റ് മരിക്കുന്നത്. നോക്കണം, കാളയുടെ കുത്തേറ്റിട്ട് 70 പേര് ഒരു വർഷം മരിക്കുന്നുണ്ട്. പിന്നെ കൊതുകിന്റെ കടിയേറ്റിട്ടാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കുന്നത്. 2.8 മില്യൺ ആണ് കണക്ക്. എന്ന് വെച്ചാൽ 28 ലക്ഷം പേരാണ് ഒരു വർഷം കൊതുകിന്റെ കടിയേറ്റ് മരിക്കുന്നത്. അപ്പൊ ഈ കൊതുകിന്റെ കടിയേറ്റ് ചാകുന്നതിനേക്കാൾ റോഡ് ക്രോസ് ചെയ്യുമ്പം ബംഗാളിയുടെ സൈക്കിൾ ഇടിച്ച് താഴെ വീണ് ചാകുന്നതിനേക്കാൾ ഈ കൊറോണ കാണാൻ പോലും, മറ്റേത് കൊതുകെങ്കിലും കടിച്ചാന്ന് പറയും, ഇത് കൊറോണ കാണാൻ കഴിയാത്ത, ഇത് ഏതാ സാധനം എന്ന് പോലും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. എത്ര കോടി ജനങ്ങളാണ് കൊറോണയ്ക്ക് മുമ്പിൽ കീഴടങ്ങിയത് എന്ന് പറഞ്ഞാൽ, എത്രയോ പനി വന്നാൽ മനുഷ്യൻ മരിക്കുന്നു. ജസ്റ്റ് വെറും മുകളിലോട്ട് പോകുന്ന ഈ വായു താഴോട്ട് വന്നില്ലെങ്കിൽ തീർന്നു. എത്രയോ പേര് ഹാർട്ട് അറ്റാക്കായിട്ട് മരിക്കുന്നു, ക്യാൻസർ ആയിട്ട് മരിക്കുന്നു. ഇരിക്കുന്ന ഇരിപ്പിൽ തന്നെ ഒരു രോഗവുമില്ലാതെയും ആളുകൾ ലോകത്തോട് യാത്ര പറയുന്നു. എന്തായാലും മരണം, ജനിച്ചാൽ ഒരു ദിവസം മരിക്കണമല്ലോ. ഇനി എത്ര ആളുകളെ വിചാരിച്ചെന്ന് പറഞ്ഞാലും, എത്ര മരുന്ന് കഴിച്ചെന്ന് പറഞ്ഞാലും മരിക്കാതിരിക്കുവാനുള്ള മരുന്നൊന്നും ഇതുവരെയും ആരുടെയും കയ്യിൽ കിട്ടിയിട്ടില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇന്ന് ഈ ലോകത്തിലുള്ളവർ എത്രയോ പേര് ഇത്രയോ വർഷങ്ങളായിട്ട് ജീവിക്കുമായിരുന്നു. അമേരിക്കയിലും 100-120 ബോഡി ഇപ്പോഴും വെച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെ ജീവിപ്പിക്കാൻ കഴിയുമെന്നും മില്യൺസ് ഓഫ് ഡോളേഴ്സ് കൊടുത്തിട്ട് പ്രിസർവ് ചെയ്തിരിക്കുകയാണ് ഈ ഡെഡ് ബോഡികൾ. എന്ന് പറഞ്ഞാൽ അവരുടെ ബന്ധുക്കളും ഇത്രയും കോടി ഡോളറുകളും അവർ ചെലവാക്കി കാത്തിരിക്കുകയാണ്. ഒരു ടെക്നോളജി വരും, ഒരു ദിവസം വരും, ശാസ്ത്രം പുരോഗമിക്കും, മരിച്ചുപോയ മനുഷ്യനെ ജീവിപ്പിക്കുവാൻ കഴിയുന്ന ടെക്നോളജി വരുമെന്ന് പറഞ്ഞിട്ട് ഏകദേശം 120ഓളം ഡെഡ് ബോഡി, ഞാൻ ഏതോ ഒരു ആർട്ടിക്കിളിനകത്ത് ഒരു ഇംഗ്ലീഷ് മാഗസിനകത്താണെന്ന് തോന്നുന്നു ഞാൻ വായിച്ചതാണ്.
പ്രിയപ്പെട്ടവരും, ജനിച്ചാൽ ഒരിക്കൽ മരണമാണ്. അത് ഏത് ദിവസം വേണമെങ്കിലും മരിക്കാം. നോക്കണം, സ്റ്റേഫാനോസ് ഒരു ഒറ്റ നല്ല ചെറുപ്പക്കാരനും, എനിക്ക് തോന്നുന്നു 24-25 വയസ്സ് കാണുമായിരിക്കും സ്റ്റേഫാനോസിനും. എഴുന്നേറ്റ് നിന്ന് ഒരു ഒറ്റ പ്രസംഗം. ആളുകൾ വിചാരിച്ചു കാണും, അയ്യോ സ്റ്റേഫാനോസിന്റെ ഈ ദൈവകൃപ കണ്ടു കഴിഞ്ഞപ്പം ദൈവസഭയിലുള്ളവരെല്ലാവരും വിചാരിച്ചു കാണും, ഒരു 10-40 വർഷം ഈ ദൈവദാസൻ, ഈ സഹോദരൻ ജീവിച്ചിരുന്നാൽ ദൈവസഭയ്ക്ക് എത്ര വലിയ പ്രയോജനമായിരിക്കും. ഒരുപക്ഷെ പൗലോസിനേക്കാളും പത്രോസിനേക്കാളും അത്രയ്ക്ക് ശക്തനായ, കാരണം സ്റ്റേഫാനോസിന്റെ ജ്ഞാനത്തോട് എതിർത്ത് നിൽക്കുവാൻ ശാസ്ത്രിമാർക്കും പരീക്ഷന്മാർക്കും ഒരു യഹൂദന്മാർക്ക് പോലും പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അത്ര ഭയങ്കരമായ ജ്ഞാനം, അതിനേക്കാൾ ഭയങ്കരമായ വെളിപ്പാട്. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിലെ ആ പ്രസംഗം കേട്ട് കഴിയുമ്പോൾ ആർക്കും, പൗലോസിന് പോലും വെളിപ്പെട്ടിട്ടില്ലാത്ത രഹസ്യങ്ങളാണ്, മർമ്മങ്ങളാണ് പഴയ നിയമത്തിലെ മോശയുടെ ഉൾപ്പെടെയുള്ള എത്രയെത്ര ആ വചനത്തിന്റെ സത്യങ്ങളാണ് ആത്മാവിൽ വെളിപ്പാടിൽ അങ്ങോട്ട് വിളിച്ചു പറയുന്നതെന്നറിയാമോ? ആളുകളെല്ലാം വിചാരിച്ചു, അയ്യോ ദൈവസഭയുടെ ഏറ്റവും വലിയൊരു മുത്താണ്, വിലയേറിയ മുത്താണ് ഈ മുത്ത്. ഒരു 50 വർഷം ജീവിച്ചിരുന്നു കഴിഞ്ഞാൽ ഈ ലോകം മുഴുവനും അത് ക്രിസ്തു സഭയ്ക്ക് ഭയങ്കര പ്രയോജനമായിരിക്കും. നമ്മളും ചില ദൈവദാസന്മാരെ കുറിച്ചും ദൈവദാസന്മാരെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട്. അയ്യോ ഈ ദൈവദാസൻ എത്ര പ്രയോജനമായിരിക്കും, ദൈവസഭയ്ക്കൊക്കെ എത്ര 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 പ്രയോജനമായിരിക്കും. നമ്മളെ കൊണ്ടൊന്നും വലിയ ഗുണവും മണമൊന്നും ഇല്ല, പക്ഷെ ഇവരെ പോലെയൊക്കെ ഉള്ളവരിലൂടെ ദൈവം എത്ര വലിയ പ്രയോജനമായിരിക്കും എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. അത് ദൈവം കൂടെ തീരുമാനിക്കണമെന്നേ, അത് ദൈവം കൂടെ തീരുമാനിക്കണം. പക്ഷെ ഇത്ര ശക്തനായ, ഈ അഗ്രഗണ്യനായ, ദൈവത്തിന്റെ ജ്ഞാനത്താൽ നിറയപ്പെട്ട സ്റ്റേഫാനോസിനെ ദൈവം ഒരൊറ്റ പ്രസംഗം മാത്രമാണ് വെച്ചിട്ടുള്ളത്. ആ ഒരൊറ്റ പ്രസംഗത്തോടുകൂടെ തന്റെ ജീവിതം അവസാനിക്കുവാൻ ഇടയായി തീർന്നു. അപ്പോഴും നോക്കണം, ദൈവം ഓരോരുത്തർക്കും ഓരോ ശുശ്രൂഷ വെച്ചിരിക്കുന്നു. പത്രോസ് പല പ്രാവശ്യം ചാകും, കൊല്ലും എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ പത്രോസിനോട് ദൈവം ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ വയസ്സനാകും, നീ വൃദ്ധനായി തീരും എന്ന ഒരു വാക്ക് ദൈവം പൗലോസിന് കൊടുത്തിട്ടുണ്ടായിരുന്നു, പത്രോസിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ പൗലോസിനോടും ദൈവം ഒരു വാഗ്ദത്തം കൊടുത്തിട്ടുണ്ടായിരുന്നു, നീ കൈസറുടെ മുമ്പിൽ നിൽക്കേണ്ടുന്നവനാകുന്നു. കൈസറുടെ മുമ്പിൽ നിൽക്കാത്തിടത്തോളം കാലം ഇനി എത്ര യഹൂദന്മാർ കഠിന ശപഥം ചെയ്താലും, നമ്മൾ വായിക്കുന്നുണ്ട്, യഹൂദന്മാർ എന്ത് ചെയ്തു? 40-ൽ പരം യഹൂദന്മാർ കഠിന ശപഥം ചെയ്തു, ഇവനെ ഒടുക്കി കളഞ്ഞിട്ടല്ലാതെ, ഇവനെ ചീന്തി കളഞ്ഞിട്ടല്ലാതെ ഞങ്ങൾക്ക് വിശ്രമമില്ല. നോക്കണം, യഹൂദന്മാരുടെ ശപഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശപഥം പോലൊന്നുമല്ല. അവര് ശപഥം എടുത്ത്, ഞാൻ വിചാരിച്ചു അവന്മാർ ചത്തുപോയി തന്നെ കാണും. ഈ ആഹാരം കഴിക്കാതെ വെള്ളം കുടിക്കാതെ അവന്മാര് ചത്തുപോയി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മളൊക്കെ എന്ത് ചെയ്യും? നമ്മളെ ഒരു കോംപ്രമൈസിൽ അങ്ങ് ജീവിച്ചു പോകും. നമ്മളൊരു കോംപ്രമൈസിലും നമ്മളൊക്കെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒന്ന് ഫാസ്റ്റ് ചെയ്യണമെന്ന് തോന്നും, പക്ഷെ ഉച്ചയ്ക്ക് ഇച്ചിരി നല്ല മീൻകറിയുടെ ഒക്കെ മണം വരുമ്പം, എന്നാൽ ഞാനങ്ങ് ബ്രേക്ക് ചെയ്തോട്ടെ എന്നും നമ്മൾ ഒരു പക്ഷെ ചോദിച്ചേക്കും. കാരണം ഞാൻ ഭയങ്കര ഉപവാസം ഒരിക്കൽ എടുത്ത് ചണ്ഡീഗഡിലായിരിക്കുമ്പം, അപ്പോൾ പരമാണു എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി, പരമാണു എന്ന് പറയുമ്പോൾ അവിടുന്ന് 2 ബസ് കയറി, ഒന്ന് കാൽക്കയിൽ ഇറങ്ങണം, അവിടുന്ന് ഹിമാചൽ പ്രദേശിലേക്കും പരമാണു എന്ന് പറയുന്ന ഷിംലയ്ക്ക് ഒരു സ്ഥലമാണ്, അവിടേക്ക് പോകണം. അവിടെ ഒരു വീട്ടിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പം ഞങ്ങൾ ഈ ചണ്ഡീഗഡിൽ നിന്നും 4 പേര് അവിടെ ചെല്ലുന്നെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം അവരെന്ത് ചെയ്തു? അവരും മലയിൽ നിന്നും, ഈ ഹിമാചൽ പ്രദേശിലെ പരമാണുള്ള മലയിൽ കിളിച്ചു വരുന്ന ഒറിജിനൽ കൂണം, ഈ കുമിളിന്റെ, അവർക്ക് കുമിള് കിട്ടി. അവർ കുമിളൊക്കെ വെച്ചിട്ട് നല്ല കറി ഉണ്ടാക്കി. ആ വീട്ടിനകത്ത് ചെല്ലുമ്പോ തന്നെ എന്തോ ഒരു മണം ഇങ്ങനെ വെളിയിലോട്ട് ഇങ്ങനെ കയറി വരികയാണ്. അപ്പം അവര് ഭക്ഷണത്തിന് വേണ്ടി എല്ലാവരും ഇരുത്തി. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഉപവാസമാണെന്ന് പറഞ്ഞു. ഉടനെ പാസ്റ്റർ പറഞ്ഞു, സാരമില്ല, നാളെ ഉപവസിക്കുക, ഇന്നെന്തായാലും അങ്ങ് കഴിക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ ഈ മണവും ഈ പ്രോത്സാഹനം എല്ലാം കൂടെ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ ചിന്തിച്ചു, എന്തായാലും നാളെ ഉണ്ടല്ലോ, നമുക്ക് നാളെ ആണെങ്കിലും ഉപവസിക്കാം. അങ്ങനെ എന്ത് ചെയ്തു? ഞാനും അവരുടെ കൂടെ ഇരുന്നിട്ട് കുമിള് കറിയും കോഴിക്കറിയും ഒക്കെ കഴിച്ച് വയറങ്ങ് വീർപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള പ്രലോഭനങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരും. നമ്മുടെ കൂടെയുള്ളവർ തന്നെ എന്ത് ചെയ്യും? നമ്മളെ ചതിക്കുക. ഇതൊരു ചതിയാണ്. എന്നാൽ ഉപവസിക്കുകയാണെന്ന് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും എന്ത് ചെയ്യരുത്? നിർബന്ധിക്കരുത്. അവിടെ വരുമ്പോൾ തന്നെ പറയണം, ഈ ബ്രദർ ഉപവാസത്തിലാണ്, അതുകൊണ്ട് ഈ ബ്രദർ കഴിക്കത്തില്ല എന്ന് നമ്മൾ തന്നെ എന്ത് ചെയ്യണം? ഒരു പ്രോത്സാഹനം കൊണ്ട് കൊടുത്തു കഴിയുമ്പം, കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ തന്നെ എന്ത് ചെയ്യും? അവരവിടെ നിന്ന് അങ്ങ് വിഡ്രോ ചെയ്യുവാൻ ഇടയായി തീരും. അതേപോലെ തന്നെ നമ്മൾ എവിടെയെങ്കിലും കടന്നു ചെല്ലുമ്പോൾ നമ്മൾ വിശ്വാസിയാണെന്ന് എന്ത് ചെയ്യണം? നാം പെന്തക്കോസ്ത് ആണെന്ന് എന്ത് ചെയ്യണം? പറഞ്ഞിരിക്കണം. അപ്പം പെന്തക്കോസ്ത് എന്താണെന്ന് അറിയാൻ മേലാത്ത ആളുകളാണെങ്കിൽ, പെന്തക്കോസ്തിന്റെ ഗുണങ്ങൾ, ഞാൻ TV കാണുകയില്ല, ഞാൻ സിനിമ കാണുകയില്ല, ഞാൻ ദൈവികമല്ലാത്ത ഒരു എന്റർടൈൻമെന്റിനുകളും ഞാൻ കൂട്ടാളിയായി തീരുകയില്ല, ഞാൻ മദ്യപിക്കത്തില്ല, ഞാൻ സിഗരറ്റ് വലിക്കുകയില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പം, നോക്കണം, ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പം
ആ ഹോസ്റ്റലിൽ ഉള്ളവർ തന്നെ നമുക്ക് അവസാനം ഒരു പ്രോത്സാഹനമായി തീരും. കാരണം ഒന്ന് രണ്ട് മാസം കഴിയുമ്പോൾ മറ്റുള്ളവരെല്ലാവരും ഇരുന്ന് ടി വി കാണുമ്പം ഇയാൾ അങ്ങോട്ട് എഴുന്നേറ്റ് ചെന്നിട്ട് ടി വി കാണാൻ വേണ്ടി ഇരിക്കും. അവര് പറയും, എടാ നീ അല്ലേ പറഞ്ഞേ നീ ടി വി കാണാത്തവനാണെന്ന്, നീ പെന്തിക്കോസ് ആണെന്ന്, നീ ഇങ്ങനെ രക്ഷിക്കപ്പെട്ടതാണെന്നൊക്കെ നീ അല്ലേ കുറച്ചു നാൾ മുമ്പ് പറഞ്ഞു, എന്തിനാടാ ഇവിടെ ഇരിക്കുന്നത്, എഴുന്നേക്കടാ, ഓടാ പോയി പ്രാർത്ഥിക്കടാ എന്നും മറ്റുള്ള ജാതികൾ പറയുവാനിടയായി തീരും. അതുകൊണ്ട് നമ്മുടെ ഐഡന്റിറ്റി എന്ത് ചെയ്തോണം, എപ്പോഴും എവിടെ ചെന്ന് കഴിഞ്ഞാലും എന്ത് ചെയ്യണം, നമ്മളിങ്ങനെ തുറന്നു പറയുവാൻ തയ്യാറാകണം. നോക്കണം, ബാംഗ്ലൂരിലും ഒരു പാസ്റ്ററുടെ മകള് കടന്നുപോയി. പാസ്റ്ററുടെ മകള് കടന്നുപോയിട്ട് ഏകദേശം 1 വർഷത്തോളം ആകുന്നു, ഇതുവരെയും ഒരു പ്രാർത്ഥനയ്ക്ക് പോലും കടന്നു പോയിട്ടില്ല. അപ്പോൾ ഒരു ദൈവദാസൻ ചോദിച്ചു, നാട്ടിൽ വന്നപ്പോൾ ചോദിച്ചു, മോളെ നീ എന്താ പ്രാർത്ഥനയ്ക്ക് പോകാത്തത്, നിന്റെ ഹോസ്റ്റലിനകത്ത് നീ പ്രാർത്ഥിക്കുന്നുണ്ടോ? അവള് പറഞ്ഞു, ഞാൻ എൻ്റെ ഹോസ്റ്റലിൽ ഉള്ളവരോട് പോലും പറഞ്ഞിട്ടില്ല ഞാനൊരു വിശ്വാസിയാണെന്ന്. നോക്കണം, എത്ര നല്ല സാക്ഷിയാണെന്ന് നോക്കണം. അത് ഒരു ദൈവദാസന്റെ മകളാണെന്ന് കൂടെ നമ്മൾ ഓർക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആരാണ് എന്നും നോക്കണം. മൊർദെഖായി നോക്കണം, യഹൂദന്മാരെ കൊന്നു മുടിക്കുവാൻ വേണ്ടി ഇരിക്കുന്നവരുടെ അടുക്കൽ പറഞ്ഞു, ഞാൻ ഒരു യഹൂദനാണ്. അത് രാജാവിനോടും പറഞ്ഞു, അത് മൊർദെഖായി അത് ഹാമാനോടും പറഞ്ഞു, ആ ശൂഷൻ രാജധാനിയിലുള്ള എല്ലാവരോടും പറഞ്ഞു, ഞാൻ ഒരു യഹൂദനാണ്. എൻ്റെ പ്രമാണം സകല പ്രമാണങ്ങളിൽ നിന്നും വ്യത്യസ്തമായ പ്രമാണമാണ്. ഈ ലോകപ്രകാരമുള്ള ഒരു പ്രമാണങ്ങളും എനിക്ക് അനുസരിക്കുവാൻ അല്ലെങ്കിൽ അനുകരിക്കുവാൻ സാധ്യമല്ല എന്നും നോക്കണം. ഈ ദാനിയേലും രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും എല്ലാം പ്രാർത്ഥിക്കുന്ന കാര്യം, ഇസ്രായേലിന്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കാര്യം അങ്ങ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ മറ്റാരോടും പ്രാർത്ഥിക്കത്തില്ല, ഞാൻ യെരൂശലേമിന് നേരെ ജനല് തുറന്നിട്ടിട്ട് കിളിവാതിലുകൾ തുറന്നിട്ടിട്ടും ഞാൻ എൻ്റെ ദൈവമായ യഹോവയോടല്ലാതെ മറ്റാരോടും പ്രാർത്ഥിക്കുകയില്ല എന്നും താൻ ഒരു യഹൂദനാണ് എന്നും ഈ ദാനിയേലും തൻ്റെ ജോലി ചെയ്യുന്ന കൊട്ടാരത്തിലുള്ള എല്ലാവരോടും എന്ത് പറഞ്ഞിരുന്നു, നേരിട്ട് അങ്ങ് വെളിപ്പെടുത്തിയിരുന്നു. അതുകൊണ്ടാണല്ലോ തനിക്ക് സിംഹത്തിന്റെ ഗുഹയിലേക്ക് പോകുവാൻ ഇടയായിത്തീർന്നത്. മടങ്ങി വരാം. അപ്പോൾ എൻ്റെ കുടുംബത്തിൽ നിന്നും 8 വർഷം അവരെന്നെ അംഗീകരിക്കുവാൻ കഴിയാതെ അവരെന്നെ തള്ളിക്കളഞ്ഞു. എൻ്റെ മൂത്ത സഹോദരിയുടെ മകൻ ബിജുകൃഷ്ണൻ എന്ന് പറയും, ഇപ്പം ഗ്രാജുവേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് എന്നോട് പറയുകയാണ്, എനിക്കൊരു രാഷ്ട്രീയ, പുള്ളിയും SFIയുടെ നേതാവാണ്, കോളേജ് ലീഡറാണ്, SFIയുടെ കൊല്ലം ജില്ലയിൽ ഏതാണ്ടൊക്കെ എക്സിക്യൂട്ടീവാണ്, സെക്രട്ടറിയും ഏതാണ്ടൊക്കെയാണെന്ന് പറഞ്ഞു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇനി ഇത് കഴിഞ്ഞിട്ട് ഞാൻ LLBക്ക് വേണ്ടി ചേരാൻ വേണ്ടി പോവുകയാണ്, എനിക്കൊരു രാഷ്ട്രീയ ഭാവിയുണ്ട്, നിങ്ങളായിട്ട് എൻ്റെ ഭാവി നശിപ്പിക്കരുത്. ഇപ്പോൾ തന്നെ നിങ്ങൾ ഇങ്ങനെ ക്രിസ്ത്യാനിയായി തീർന്നു, പെന്തിക്കോസ് ആണെന്നൊക്കെ നമ്മുടെ നാട്ടിലേക്ക് ഇങ്ങനെ പറയാൻ വേണ്ടി തുടങ്ങി. അതുകൊണ്ട് എൻ്റെ മുമ്പിൽ ഇങ്ങനെ സിനിമയിലൊക്കെ ഈ വില്ലനും നായകൻ ഇങ്ങനെ കാലൊക്കെ മുണ്ടൊക്കെ ഇങ്ങനെ മടക്കി കുത്തിയിട്ട് 2 കാല് സിനിമയിൽ ഇങ്ങനെ കാലിങ്ങനെ ആദ്യം പിന്നെ ഇങ്ങനെ മേളോട്ട് ഇങ്ങനെ കാണിക്കും, വില്ലന്റെ നായകന്റെ ഒക്കെ ഇങ്ങനെ ആചാനബാഹുവായി നിൽക്കുന്നത് പോലെ. നോക്കണം, നമ്മുടെ പ്രമാണം അനുസരിച്ച് അമ്മാവൻ എന്നൊക്കെ പറയുമ്പോൾ എത്ര ബഹുമാനത്തോടെ ഭവ്യതയോടും ഭക്തിയോടും ഒക്കെയാണ്, അത് മുഖത്ത് പോലും നോക്കാതെ നിന്നാണ് സംസാരിക്കേണ്ടത്. ഇവൻ എൻ്റെ മുമ്പിൽ നിന്നിട്ട് പറയുകയാണ്, നിങ്ങളായി നിങ്ങളുടെ പാടായി, നിങ്ങൾ ഈ നാട് വിട്ടു പോകണം, നിങ്ങൾ ഈ ദേശം വിട്ടു പോകണം, നിങ്ങൾ ഈ രാജ്യം വിട്ടു പോകണം, നിങ്ങൾ ഇവിടെ നിൽക്കുന്നത് ഞങ്ങളുടെ നാട് മുഴുവൻ ഞങ്ങൾ നാറുകയാണ്, ഞങ്ങൾ അപമാനിതരായി തീരുകയാണ്, നിങ്ങൾ ഇവിടെ നിന്ന് പോകണമെന്ന് എന്നോടും ആജ്ഞാപിക്കുക, കൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ ത്രട്ടൺ ചെയ്യുകയാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ അതിന്റെ ബാക്കി ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ഞാൻ ഒന്നും മിണ്ടിയില്ല. ഞാൻ ചെന്നിട്ട് പ്രാർത്ഥിച്ചു, കർത്താവേ ഈ വിഷയം ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുക, എന്താ ചെയ്യേണ്ടത്, ഇതിനൊരു നീക്കുപോക്ക് വേണം കർത്താവെ. അവിടുന്ന് എനിക്കൊരു വചനം തന്നിട്ടുണ്ട്, ഒരു കുടുംബത്തിൽ ഒരാൾ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ കുടുംബം മുഴുവനും രക്ഷിക്കപ്പെട്ടിരിക്കും. ഞാൻ ഒരു ദൈവദാസൻ പറഞ്ഞ ഒരു ഉദാഹരണം കൂടെ ഞാൻ ഓർത്തും, എന്നോട് ഞാൻ എൻ്റെ കുടുംബത്തെക്കുറിച്ച് പ്രാർത്ഥിക്കുവാൻ മറ്റുള്ളവരോട് പറയുമ്പം ഒരിക്കലും ഒരു ദൈവദാസൻ പറഞ്ഞു, മോനെ ഒരു കൊലയ്ക്കകത്തും ഒരു വാഴക്കൊലയ്ക്കകത്ത് ഒരു കാ പഴുത്തിട്ടുണ്ടെങ്കിൽ ഓർത്തുകൊള്ളുക, നിശ്ചയമായിട്ടും ആ കൊലയിലുള്ള മുഴുവൻ പഴങ്ങളും പഴുത്തിരിക്കും. എന്നാൽ ആ പഴുത്ത പഴത്തെ തട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി ഈ കാക്കയും കിളിയും അണ്ണാനും ഒക്കെ വരും. അതെന്ത് ചെയ്തോണം, സൂക്ഷിക്കണം. നീ നിന്റെ ഭവനത്തിൽ ആദ്യ ഫലമാണ്, നീ നിന്നെ തന്നെ വിശുദ്ധിയിലും ദൈവകൃപയിലും സൂക്ഷിക്കണം. നിശ്ചയമായിട്ട് നിന്റെ കുടുംബത്തിലുള്ള എല്ലാവരും രക്ഷിക്കപ്പെടുവാൻ ഇടയായി തീരുമെന്നും എന്നോട് പറയുവാൻ ഇടയായി തീർന്നു. ഇതേ സന്ദർഭത്തിൽ തന്നെ വേറൊരു ഉദാഹരണം ഞാൻ കേട്ടതും, സ്കൂളിലെ ക്ലാസ്സിലും ടീച്ചർ മാത്സ് പഠിപ്പിക്കുകയാണ്, പിള്ളേരെ മാത്സ് പഠിപ്പിക്കുകയാണ്. നമ്മുടെ നാട്ടിൻപുറത്തുള്ള പിള്ളേരല്ലേ, 5-ന്ന് 5 പോയാൽ എത്ര ആണെന്നും പറഞ്ഞു കൊടുക്കണമെങ്കിൽ അവർക്ക് ഇങ്ങോട്ട് തലയ്ക്കകത്തോട്ട് കയറാൻ ഇച്ചിരി പാടാം. ഉടനെ മാത്സ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ
ടീച്ചർ പഠിപ്പിക്കുന്ന 5ൽ നിന്ന് 5 അല്ല സോറി 10ൽ നിന്ന് 5 പോയാൽ എത്ര? ഉടനെ എല്ലാവരും 10ൽ നിന്ന് 5 പോയാൽ 5 ആണെന്ന് എല്ലാവർക്കും അറിയാം. എല്ലാ പിള്ളേരും പറഞ്ഞു 10ൽ നിന്ന് 5 പോയാൽ 5. അതിനു മുമ്പ് ടീച്ചർ ഒരു ഉദാഹരണം പറഞ്ഞു. അതായത് ഒരു 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 വയലിന്റെ വരമ്പത്ത് 10 താറാവ് ഇരിക്കുന്നു. അതിനകത്ത് 5 താറാവ് വെള്ളത്തിൽ ഇറങ്ങി. ഇനി ബാക്കി കരയിൽ എത്ര താറാവുണ്ട്? ഇതാണ് 10ൽ നിന്ന് 5 പോയാൽ 5 എന്നുള്ള കണക്ക് പഠിപ്പിക്കുകയാണ്. ഉടനെ എല്ലാ പിള്ളേരും പറഞ്ഞു 5 താറാവ് വരമ്പിലിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അതിനകത്ത് ജോബി എന്ന് പറയുന്ന ഒരു പയ്യനാണ്, ജോബി. ഉടനെ അവൻ ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഉടനെ ടീച്ചർ ചോദിച്ചു, എടാ നീ എന്താ ഒന്നും മിണ്ടായിരിക്കുന്നത്? 10ൽ നിന്ന് 5 പോയാൽ എത്രയാന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, ടീച്ചറെ 10ൽ നിന്ന് 5 പോയാൽ 5ആന്ന് എനിക്കറിയാം, പക്ഷേ താറാവിന്റെ സ്വഭാവം ടീച്ചർക്ക് അറിയത്തില്ല. കാരണം എൻ്റെ അപ്പന് താറാവ് കൃഷിയാണ്. ഈ സ്കൂൾ വിട്ട് കഴിഞ്ഞിട്ട് 4 മണിക്ക് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ വീണ്ടും ഞാൻ പാടത്തേക്കാണ് പോകുന്നത് ഈ താറാവിനെ തീറ്റാൻ വേണ്ടി. ടീച്ചറിന് താറാവിന്റെ സ്വഭാവം അറിയത്തില്ല. 10 താറാവ് വരമ്പത്തിരിക്കുകയാണെങ്കിൽ അതിനകത്ത് 5 താറാവ് വെള്ളത്തിൽ ഇറങ്ങി കഴിഞ്ഞാൽ ബാക്കി 5 എണ്ണം കരയിൽ ഇരിക്കത്തില്ല. 5 എണ്ണം കൂടെ എന്ത് ചെയ്യും? വെള്ളത്തിൽ ഇറങ്ങിയിരിക്കും. ഇതാണ് താറാവിന്റെ സ്വഭാവം. അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, ഒരാൾ വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ആ കുടുംബത്തിലുള്ള എല്ലാവരും രക്ഷിക്കപ്പെട്ടിരിക്കും. അത് ആദ്യഫലമായിട്ട് വന്നിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. നോക്കണം, ഞാൻ ഈ അടുത്ത സമയത്ത് ഒരു സഹോദരനെ പരിചയപ്പെട്ടു. ആദ്യമായിട്ട് ഭയങ്കര പ്രതികൂലത്തിലൂടെ വിശ്വാസത്തിലേക്ക് വന്നു. ഇപ്പോൾ അദ്ദേഹം പറയുന്നത് 72 പേര് തന്റെ കുടുംബത്തിൽ രക്ഷിക്കപ്പെടുവാൻ ഇടയായി തീർന്നു. എത്ര ശ്രേഷ്ഠമാണെന്നറിയാമോ? നോക്കണം, ദൈവത്തിന്റെ വിളി എത്ര അഗോചരമാണെന്നറിയാമോ? എന്തായാലും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവസാനം ചണ്ഡീഗഡിൽ നിന്ന് ഞാൻ ബഹറിലേക്ക് പോയി. അവിടെ ഒരു കമ്പനിയിലും മാനേജറായിട്ട് വർക്ക് ചെയ്യായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഇന്ത്യയിലേക്ക് മടങ്ങി വന്നു. അപ്പം ഞാൻ വളരെ ദുഃഖത്തോടെ, വളരെ സങ്കടത്തോടെ, വളരെ പ്രാർത്ഥനയോടെ, കർത്താവ് ഈ പ്രാവശ്യം അവരുടെ ഹൃദയം ദൈവം തുറക്കണം. അങ്ങനെ ഞാൻ വീട്ടിൽ ചെന്നു, എൻ്റെ ലഗേജുകളെല്ലാം വെച്ചു. അമ്മ എനിക്ക് വെള്ളമോ ചായ എന്തോ തന്നു. അവരവിടെ ഇരുന്നു. ഞാൻ താഴെ ഇരുന്നിട്ടും അവരെ ചേർന്നിരിക്കുകയാണ്. അവരോട് ഞാൻ സുവിശേഷം അറിയിക്കാൻ വേണ്ടി തുടങ്ങി. എത്രയോ പ്രാവശ്യം പറഞ്ഞിരിക്കുന്നു. അപ്പോഴെല്ലാം പറയുന്നത് വേണ്ട 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 വേണ്ട. കാരണം അവരുടെ കുഴപ്പമൊന്നുമല്ല. കാരണം ഒരു തറവാട്ട് ജനിച്ചും പാരമ്പര്യത്തിൽ ജീവിച്ചും ഇങ്ങനെ ജീവിക്കുമ്പോൾ ഒരു സമൂഹത്തിൽ, അത് മാത്രമല്ല ഞങ്ങളുടെ ആ ദേശത്തെങ്ങും ഒരൊറ്റ ക്രിസ്ത്യാനികളും ഇല്ല, ഒരു മതത്തിലുള്ള ക്രിസ്ത്യാനികളും ഇല്ല, ഹിന്ദുക്കളും മുസ്ലിങ്ങളും മാത്രമേ ഉള്ളൂ. അപ്പോൾ അവർക്ക് ഇതൊരിക്കലും അങ്ങോട്ട് അംഗീകരിക്കുവാൻ കഴിയത്തില്ല. ഈ അമ്പലങ്ങളും ഈ പൂജകളും കർമ്മങ്ങളും ഹോമങ്ങളും യാഗങ്ങളും വർഷങ്ങളായിട്ട് അച്ഛനപ്പന്മാരും മുതൽ ഇങ്ങനെ ചെയ്തു വരുന്ന ഈ പ്രമാണങ്ങളൊക്കെ മാനുഷികമായിട്ട് അവർക്ക് ഒരിക്കലും അത് അംഗീകരിക്കുവാൻ കഴിയത്തില്ല. അത് പിന്നീടാണ് എനിക്ക് ഗ്രഹിക്കുവാൻ വേണ്ടി കഴിഞ്ഞതും. എന്തായാലും ഞാൻ അവരോട് എന്ത് ചെയ്തു? സുവിശേഷം അറിയിച്ചു. സുവിശേഷം അറിയിക്കുമ്പോൾ ഞാൻ പ്രതീക്ഷിച്ചില്ല ദൈവം ആ നിമിഷം അവരുടെ ഹൃദയം തുറക്കുമെന്നും. അന്ന് ഞാൻ അരമണിക്കൂർ മാത്രമേ സംസാരിച്ചുള്ളൂ. അവിടെ രണ്ടുപേരുടെയും കണ്ണ് നിറയുവാനിടയായി തീർന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി പരിശുദ്ധാത്മാവിന്റെ സമയമായെന്നും. അങ്ങനെ അന്ന് രാത്രി ഞാൻ ബഹറിൽ നിന്നും നാട്ടിലെത്തി. അന്ന് രാത്രി എൻ്റെ അച്ഛനും എൻ്റെ അമ്മയും, എൻ്റെ പിതാവ് NSSന്റെ ഒരു സീനിയർ മെമ്പർ ആയിരുന്നു, NC പിള്ള എന്ന് പറയും. അങ്ങനെ എൻ്റെ അച്ഛനും എൻ്റെ അമ്മയും രണ്ടുപേരും രക്ഷിക്കപ്പെടുവാൻ, യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുവാൻ ഇടയായി തീർന്നു. അടുത്ത ദിവസം രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് എൻ്റെ അമ്മ കുളിച്ചിട്ട് ആദിത്യ പൂജ ചെയ്യേണ്ടതാണ്. ഒരു കിണ്ടിക്കകത്ത് കുറെ വെള്ളം എടുത്തിട്ട് ഒരു പീഠത്തിനകത്ത് വെച്ചിട്ട് കിഴക്കോട്ട് തിരിഞ്ഞിട്ട് ഓം ശ്രീ ആദിത്യായ നമഃ എന്നും ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കും. അങ്ങനെ ചെല്ലേണ്ടുന്ന ദിവസമായിരുന്നു. പക്ഷേ അന്ന് അത് ചെയ്തില്ല. എൻ്റെ അമ്മ എന്ത് ചെയ്തു? രാവിലെ ആയപ്പോൾ അവരെ ഓരോ ഈ ശബ്ദങ്ങൾ കേൾക്കുകയാണ്. ഈ ശബ്ദങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൂജാ സാമഗ്രികളെല്ലാം ചാക്കിനകത്താക്കുക. ഭഗവാന്മാരെ എല്ലാം എന്ത് ചെയ്യാണ്? ചാക്കിനകത്താക്കുകയാണ്. ഓരോ വെള്ളി കൊണ്ടുള്ളതും ചെമ്പുകളിലുള്ളതും ഈ ഓട് കൊണ്ടുള്ളതും എല്ലാം സെപ്പറേറ്റ് ആയി ചാക്കിനകത്ത് കെട്ടുകയാണ്. നോക്കണം, ഒരു ക്രിസ്തു ഉള്ളി വന്നു കഴിയുമ്പോൾ എത്ര വർഷം പാരമ്പര്യമുള്ളതാണെങ്കിലും, വർഷങ്ങൾ യുഗാനുയുഗമായി പാരമ്പര്യമായി തുടരുന്നതാണെങ്കിലും, ഒരിക്കലും അത് വിട്ടുപിരിയാൻ കഴിയത്തില്ല എന്ന് തോന്നുന്നതാണെങ്കിലും, ക്രിസ്തു ഉള്ളിൽ വന്നു കഴിയുമ്പോൾ മാറ്റം എന്ന് പറയുന്നത് ഡ്രാസ്റ്റിക് ചേഞ്ച് ആയിരിക്കും. ഡേ നൈറ്റ് ചേഞ്ച് ആയിരിക്കും. അഭൂതപൂർവമായ മാറ്റമായിരിക്കും. അതെ, ദൈവവചനം ഭയങ്കര ശ്രേഷ്ഠമാണ്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി, പഴയത് സകലതും കഴിഞ്ഞുപോയി എന്ന് ഉള്ള ദൈവത്തിന്റെ വചനം വളരെ ശ്രേഷ്ഠമാണ്. അങ്ങനെ എൻ്റെ അച്ഛനും എൻ്റെ അമ്മയും രക്ഷിക്കപ്പെടുവാനും അവർ സ്നാനം സ്വീകരിച്ചും കർത്താവായ യേശു ക്രിസ്തുവിനോട് ചേരുവാനും
അവർ രണ്ടുപേരും പ്രാർത്ഥനയ്ക്ക് വേണ്ടി പോകുവാൻ ഇടയായി തീർന്നു. അപ്പോൾ എൻ്റെ അമ്മ വെള്ള സാരിയൊക്കെ ഉടുത്ത്, പഴയ കാലമല്ലേ, ഇന്നാണെങ്കിൽ നല്ല നല്ല പട്ട് സാരിയൊക്കെ ഉടുത്തായിരിക്കും രക്ഷിക്കപ്പെട്ടവർ പോകുന്നത്. ഇന്ന് പണ്ടത്തെ കാലം അങ്ങനെയല്ലല്ലോ. ഇന്ന് പിന്നെ ഇങ്ങനെ ലിബറലിസം അല്ല, എല്ലാം ഇങ്ങനെ ഇങ്ങനെ എല്ലാം അംഗീകരിക്കുന്ന, അങ്ങനെ പണ്ട് അങ്ങനെയല്ല. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ വെള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ചാണ് പോകുന്നതും. ഇപ്പൊ എൻ്റെ അമ്മ വെള്ള സാരിയൊക്കെ ഉടുത്ത്, എൻ്റെ അച്ഛൻ ഇങ്ങനെ രണ്ടുപേരും കൂടെ ഈ വെള്ളയൊക്കെ ധരിച്ച് ബൈബിളൊക്കെ കൈ പിടിച്ചുകൊണ്ട് പോകുമ്പം, ബസ്സിനകത്ത് കയറി പോകുമ്പം നാട്ടിലുള്ളവരെ കളിയാക്കുവാൻ വേണ്ടി തുടങ്ങിയത് ഇങ്ങനെയാണ്. എൻ്റെ അച്ഛന് ജോസഫ് എന്ന പേരിട്ടു, എൻ്റെ അമ്മയ്ക്ക് മറിയെന്ന് പേരിട്ടു. അപ്പോൾ നാട്ടിലുള്ളവരും ഇങ്ങനെ ബൈബിളുമായിട്ട് പോകുമ്പോൾ ജോസഫേ മറിയേ എന്നൊക്കെ ഇങ്ങനെ വിളിക്കാൻ വേണ്ടി. പിന്നെ നാട്ടിലുള്ളവർ തന്നെ ഈ പിള്ളേർക്കൊക്കെ 5 രൂപ 10 രൂപ കൊടുത്തിട്ട് ഈ മതിലിന്റെ പുറകിലൊക്കെ ഇരുന്നിട്ട് ഇവരെ കളിയാക്കാൻ വേണ്ടി തുടങ്ങി. അപ്പൊ എന്നെ അവർ വിളിച്ചു പറഞ്ഞു, എന്ത് ചെയ്യും, വെളിയിൽ ഇറങ്ങാൻ വേണ്ടി പറ്റുന്നില്ല, ആളുകൾ ഞങ്ങളെ ഇങ്ങനെ ദുഷിക്കുകയാണെന്ന് പറഞ്ഞു, പരിഹസിക്കുകയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇതൊന്നും മൈൻഡ് ചെയ്യണ്ട, അവരെന്തൊക്കെ പറഞ്ഞാലും ക്രിസ്തുവിനെ മാത്രം ധ്യാനിച്ചാൽ മതി. അവർ പ്രാർത്ഥന മുടക്കിയില്ല. അവർ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഈ പരിഹാസത്തിന്റെ നടുവിൽ അവർ ചിരിച്ചു കാണിക്കും. അവരെ പരിഹസിക്കുമ്പോൾ, കളിയാക്കുമ്പോൾ അവർക്ക് കൊടുക്കാൻ കഴിയുന്ന ഒന്നേ ഉള്ളൂ, അവർ തിരിച്ചിട്ട് അവരെ നോക്കിയിട്ട് ചിരിക്കും. ഇതാണ് ക്രിസ്തു ഉള്ളിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് ആരോടും ഒരു പ്രതികാരമില്ല, നമുക്ക് ആരോടും ഒരു പകയില്ല, പിണക്കമില്ല. പണ്ടെങ്ങാനും ആരെങ്കിലും നമ്മളെ എന്തെങ്കിലും ഒന്ന് കൊഞ്ഞണം കുത്തി കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ മുണ്ടൊക്കെ മടക്കി അവിടെ നിൽക്കും. എന്തടാ, ആരടാ, വാടാ എന്നൊക്കെ പറഞ്ഞിങ്ങനെ തൻ്റെ ഇടത്തോടെ. ക്രിസ്തു വന്നു കഴിയുമ്പം നമുക്ക് പ്രതികാരമില്ല. കാരണം നമുക്കറിയാം, ആത്മാവിലാണ് ഇത് കാണേണ്ടത്. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, ഒരു കളിയാക്കുന്ന വ്യക്തിയോടല്ല, ആ വ്യക്തി ഉപയോഗിക്കുന്ന പൈശാചിക ശക്തിയോടാണ്. നമ്മളെ തകർക്കുവാൻ വേണ്ടി, നമ്മുടെ വിശ്വാസം കെടുത്തിക്കളയുവാൻ വേണ്ടി നമുക്കെതിരെ നിൽക്കുന്ന ആ പൈശാചിക ശക്തിയോടാണ് നമുക്ക് പോരാട്ടമുള്ളത്. അത് ഈ പാവപ്പെട്ട കൃഷ്ണൻകുട്ടിയോ രാജൻകുട്ടിയോ ഒന്നും അല്ല, തോമസ് കുട്ടി ഒന്നും അല്ല നമ്മുടെ ശത്രുക്കൾ എന്നുള്ള കാര്യം നമ്മളിത് ആത്മാവിൽ വിവേചിക്കണം. നമ്മളെപ്പോഴും വ്യക്തികളെയാണ് കാണുന്നത്. ആ കുടുംബത്തോട് നമുക്ക് വിരോധമുണ്ടാകും, ആ വ്യക്തിയുടെ ഭാര്യയോട് നമുക്ക് വിരോധമുണ്ടാകും, ആ വ്യക്തിയുടെ മക്കളോട് നമുക്ക് വിരോധമുണ്ടാകും. ഇതെല്ലാം ജഡത്തിൽ നിന്നുള്ളത്, ആത്മാവിൽ നിന്നുള്ളതല്ല. ആത്മാവിൽ നിന്നുള്ളതാണെങ്കിൽ നമുക്കറിയാം, പാവൻ രാജൻകുട്ടി ആ പാവപ്പെട്ടവൻ അല്ല, ഇവന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പൈശാചിക ശക്തി ഇവനെ ഉപയോഗിക്കുന്നത് മാത്രമേ ഉള്ളൂ. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അവന്റെ പിന്നിലുള്ള ആ ശക്തിയാണ് എന്ത് ചെയ്യേണ്ടത്, ക്യാൻസൽ ചെയ്തിട്ടും അല്ലെങ്കിൽ ശാസിച്ചും ഓടിക്കേണ്ടുന്നത്. നിശ്ചയമായിട്ടും നിന്ന് കഴിഞ്ഞാൽ ദൈവം നമ്മളെ എന്ത് ചെയ്യും, നിർത്തും. കുഴഞ്ഞു പോകരുത്. കഷ്ടകാലം എന്ന് പറയുന്ന കാലം എല്ലാവർക്കും ഉണ്ട്. കഷ്ടകാലത്ത് നീ കുഴഞ്ഞു പോയാൽ നിന്റെ ബലം നഷ്ടം തന്നെ. പിന്നെ ഞാൻ ഈ കേരള സമാജക്കാരും എൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു, മോനെ ഇതൊന്നും നമുക്ക് പറ്റിയതല്ല, നമുക്ക് പറ്റിയതല്ല. നീ ഇപ്പൊ വിവാഹം കഴിച്ചിട്ടില്ല, നീ ഇപ്പൊ കൊച്ചു പയ്യനാണ്, നീ കുറച്ചുകൂടെ കഴിഞ്ഞു കഴിയുമ്പോൾ വിവാഹപ്രായമാകും, ആര് നിനക്ക് പെണ്ണ് തരും? എടാ, ഒരാച്ചായന്മാരും പെണ്ണ് തരത്തൊന്നും ഇല്ലെന്നും. ഇവന്മാർ ഇങ്ങനെയൊക്കെ ഈ പറയുന്നെങ്കിൽ ഇവന്മാരുടെ ഉള്ളിനകത്ത് ഭയങ്കരം വിഷമാണ്. ഇവന്മാരൊന്നും ഒരിക്കലും നിനക്ക് പെണ്ണ് തരുമെന്നൊന്നും നീ വിചാരിക്കണ്ട. അപ്പം നീ കടന്ന് കയ്യും കാലിട്ടും അല്ലെങ്കിൽ വിഷമിക്കത്തേ ഉള്ളെന്ന് എന്നോട് പറഞ്ഞു. അതുകൊണ്ട് ഇതൊന്നും നമുക്ക് പറ്റിയതല്ല, നീ വിശ്വസിക്കുന്നെങ്കിൽ വിശ്വസിച്ചു, പക്ഷെ ഇങ്ങനെ പരസ്യമായിട്ടൊന്നും നടന്നിട്ട് ഇങ്ങനെയൊന്നും എന്ത് ചെയ്യരുതും, ഇങ്ങനെ പ്രസംഗിക്കരുതും. അപ്പൊ എന്ത് ചെയ്തു, ഇങ്ങനെ ഇതെല്ലാം കൂടെ 4 വശത്തു നിന്നുള്ള പ്രഷർ വന്നു കഴിഞ്ഞപ്പം ഞാനും ആദ്യമായിട്ട് ഈ വിശ്വാസത്തിലേക്ക് വരികയല്ലേ, ഒരു ഇച്ചിരി വെള്ളമാകുവാൻ വേണ്ടി തുടങ്ങി. ഇച്ചിരി ഞാൻ പുറന്നോട്ട്. അപ്പൊ എൻ്റെ ഉള്ളിലേക്ക് വന്നു, ക്രിസ്തു അല്ലാതെ വേറെ ഒരു രക്ഷകനില്ല, യേശു അല്ലാതെ വേറെ ഒരു രക്ഷകനില്ല. അപ്പം പക്ഷെ ഈ സമൂഹത്തിൽ ജീവിക്കണമെങ്കിൽ നമുക്ക് കുറച്ച് അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ വേണം. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, പരസ്യമായിട്ട് ക്രിസ്ത്യാനിയാകുന്നത് അങ്ങ് നിർത്തിയിട്ടും രഹസ്യമായിട്ട് ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കാം. എന്നിട്ടും പരസ്യമായിട്ട് നമുക്ക് ഈ ലോകപ്രകാരം മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു നിന്ദ ഉണ്ടാകാതെ, നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒരു അപമാനം ഉണ്ടാകാതെ വണ്ണം ഇങ്ങനെ ജീവിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ദൈവം എന്നെ വിളിച്ച വിളി അതായിരുന്നില്ല. ഒരു ദിവസം ഞാൻ ബെഡിനകത്ത് കിടക്കുമ്പോൾ അറിയാതെ തന്നെ ബെഡിനകത്ത് ബെഡിൽ നിന്ന് താഴെ വീണു. ഞാൻ ഇങ്ങനെ പിടയ്ക്കുകയാണ്. പിടയ്ക്കെന്ന് പറഞ്ഞാൽ വേദന സഹിക്കാൻ മേലാതെ കിടന്ന് പിടയ്ക്കുകയാണ്. വേദന സഹിക്കാൻ പറ്റില്ല, അതുപോലെ വേദന എടുത്ത് കിടന്ന് പിടയുകയാണ്. അപ്പൊ എൻ്റെ വായിലൂടെ ബ്ലഡ് വരുന്നുണ്ട്, എൻ്റെ യൂറിനകത്തൂടെ ബ്ലഡ് പോകുന്നുണ്ട്. എൻ്റെ കൂടെ താമസിക്കുന്ന ആ സഹോദരൻ ഭയപ്പെട്ടു പോയി, പേടിച്ചു പോയി, എന്താണ് സംഭവിക്കുന്നത്? കാരണം ഒന്ന് പിടിച്ചു ഇരുത്തുവാനോ അല്ലെങ്കിൽ പിടിച്ചെവിടെങ്കിലും ഒന്ന് ഇങ്ങനെ കിടന്നിങ്ങനെ ഒരു സമുദ്രത്തിന് ഈ വെള്ളത്തിനകത്തുനിന്ന് ഒരു മത്സ്യത്തെ പിടിച്ചിട്ടും വെളിയിലിട്ട് കഴിഞ്ഞാൽ അത് ജീവന് വേണ്ടി കിടന്ന് പിടയ്ക്കുന്നത് പോലെ ഞാനിങ്ങനെ കിടന്ന് പിടയ്ക്കുകയാണ്. കുറെ കഴിഞ്ഞപ്പോൾ എൻ്റെ ബോധം നഷ്ടപ്പെട്ടു പോകുവാൻ വേണ്ടി
ഇടയായി തീർന്നു. അത് കഴിഞ്ഞപ്പോൾ അവരെല്ലാം കൂടെ എന്നെ എടുത്തിട്ട് 17ാം സെക്ടറിലുള്ള ജനറൽ ഹോസ്പിറ്റലിൽ എന്നെ കൊണ്ടുപോയിട്ടു. ഞാൻ കോമയിൽ കിടക്കുകയാണ്, എൻ്റെ ബോധമില്ല. അവർ ഈ ഇൻവെസ്റ്റിഗേഷനുകളൊക്കെ ചെയ്തും ഒത്തിരിയും പേര് ഇങ്ങനെ കോമയിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട് ആ എമർജൻസിയിലും. അവർ പെട്ടെന്ന് തന്നെ ഒരു സർജറിക്ക് വേണ്ടി, ഓപ്പറേഷന് വേണ്ടി അവരെയും കാര്യങ്ങൾ ചെയ്തു. 8 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എനിക്ക് വീണ്ടും ബോധം വന്നു. ബോധം വന്നു കഴിഞ്ഞപ്പോൾ എനിക്കൊന്നും ഓർമ്മയില്ല. ഞാൻ ക്രിസ്ത്യാനിയാണെന്നും യേശു എനിക്കുണ്ടെന്നും ഞാൻ രക്ഷിക്കപ്പെട്ടതാണെന്നുള്ള എല്ലാ ബോധങ്ങളും എനിക്കങ്ങ് നഷ്ടപ്പെട്ടു. എനിക്ക് യേശുവിനോട് പ്രാർത്ഥിക്കാൻ പോലും, യേശുവിനെ കുറിച്ചുള്ള ഓർമ്മ പോലും എൻ്റെ ഉള്ളിലേക്ക് വരുന്നില്ല. വീണ്ടും എൻ്റെ ബോധം പോകുവാൻ വേണ്ടി ഇടയായി തീർന്നു. കുറേ മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ വീണ്ടും എനിക്ക് ബോധം വരുവാൻ ഇടയായി തീർന്നു. അപ്പോൾ എനിക്ക് എൻ്റെ ഹൃദയ കണ്ണുകൾ ദൈവം തുറക്കുവാൻ ഇടയായി തീർന്നു. ക്രൂശിതനായ യേശുവിന്റെ രൂപം എനിക്ക് കാണുവാൻ ഇടയായി തീർന്നു. ഞാൻ ഭയങ്കരമായിട്ട് കരയാൻ വേണ്ടി തുടങ്ങി. ആളുകൾ വിചാരിച്ചു, നേഴ്സസ് വിചാരിച്ചു എൻ്റെ വേദന കാരണമായിരിക്കും കരയുന്നത്. പക്ഷെ എൻ്റെ വേദന കാരണമായിരുന്നില്ല. മറിച്ച് ഞാൻ ക്രൂശിതനായ യേശുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ വല്ലാതെ കരഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ, ഇനി എനിക്ക് ആയുസ് തരികയാണെങ്കിൽ, ഇനി എനിക്ക് ജീവൻ തരികയാണെങ്കിൽ, ഇനി രഹസ്യ ക്രിസ്ത്യാനിയായിട്ടല്ല, എൻ്റെ ആയുസ് ഉള്ളിടത്തോളം, എൻ്റെ ജീവൻ ഉള്ളിടത്തോളം ഞാൻ പരസ്യമായി ഏത് പ്രതികൂലത്തിന്റെ നടുവിലും, ഏത് ഉന്നതന്റെ മുമ്പിലും, ഏത് കുടുംബക്കാരുടെ മുമ്പിലും കർത്താവായ യേശുവെ ഞാൻ അങ്ങേ ഏറ്റു പറയും എന്ന് ഞാനൊരു തീരുമാനമെടുത്തു. ആ തീരുമാനമെടുക്കുമ്പോൾ ഈ കരണ്ട് പാസ് ചെയ്യുന്നത് പോലെ എൻ്റെ കാലിന്റെ വിരലിലൂടെ ഇങ്ങനെ ആ ശക്തി, ആ സാന്നിധ്യം, ഈ കരണ്ട് ഇങ്ങനെ പാസ് ചെയ്യാണ്, എൻ്റെ തലയിലൂടെ ഇങ്ങനെ കയറി പോവുകയാണ്. ആ സമയത്ത് ഹീലിംഗ് നടക്കുക. അപ്പോൾ അത്ഭുത സൗഖ്യം ഇങ്ങനെ നടക്കുകയാണ്. ഞാൻ എന്നിലൂടെ കഴിഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റും. എൻ്റെ 2 കൈകളിലൂടെയും ട്രിപ്പ് കയറുന്നുണ്ട്. ഞാൻ തന്നെ അത് അവിടെ ഊരി വെച്ചു. നോക്കണം, ഒരിക്കലും നടക്കുന്ന സംഭവമല്ല. നമ്മൾ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു അത്ഭുതമാണ്, ഒരു ദൈവപ്രവൃത്തിയാണ് ഇവിടെ നടക്കുന്നത്. വർഷങ്ങൾക്ക് ശേഷമാണ് ഈ സാക്ഷ്യം എനിക്കിപ്പോൾ ഓർമ്മയിലേക്ക് വരുന്നത്. ഞാൻ തന്നെ അത് ഊരി വെച്ചു. എനിക്ക് വേണ്ടി സർജറിക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചിരുന്ന ബ്ലഡ് കണ്ടമാനം പോയിട്ടുണ്ട്. അവരെ ബ്ലഡിന്റെ അറേഞ്ച്മെന്റ് അല്ലെ സർജറിയുടെ കാര്യങ്ങളെല്ലാം ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഫയൽ അവിടെ ഇരിക്കുന്നു. ഞാൻ എന്ത് ചെയ്തു, എഴുന്നേറ്റ് ഈ ഫയൽ കയ്യിലെടുത്തു. ഞാൻ എന്നിട്ട് ഓമയ്ക്കകത്തൂടെ നടന്നിട്ട് ഞാൻ തന്നെ ഡോറ് തുറന്ന് ഞാൻ അതിന്റെ പുറത്ത് വന്നു. ആളുകൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്, പക്ഷെ ആരും എന്നെ തടയുന്നില്ല, എന്താണ് എന്ന് ചോദിക്കുന്നില്ല. അവരെല്ലാം നോക്കി നിൽക്കുന്നുണ്ട്. അവർ നോക്കി നിൽക്കുമ്പോൾ തന്നെ ഞാൻ അവരുടെ ഇടയിലൂടെ നടന്ന് ഞാൻ തന്നെ ആ കോമയുടെ ഗ്ലാസ് ഡോർ തുറന്നും വെളിയിൽ വരികയാണ്. നോക്കണം, പത്രോസ് ആ 16 പട്ടാളക്കാരുടെ നടുവിൽ നിന്ന് പുറത്തു വരുന്നത് പോലെ ഞാൻ പുറത്തു വരിക. എന്നിട്ട് ഞാൻ 1.5 കിലോമീറ്റർ അവിടെ നിന്നും ഞാൻ നടക്കുകയായിരുന്നു, ഓടുകയായിരുന്നു എന്ന് എനിക്കറിയത്തില്ല. ഞാൻ 17ാം സെക്ടറിൽ വന്നിട്ട് അവിടുന്ന് 141ാമത്തെ ബസ് പിടിച്ചിട്ട് ഞാൻ 41ാം സെക്ടറിൽ ചെന്നു. അവിടെ എൻ്റെ പാസ്റ്റർ ഉണ്ട്. അവിടെ 3ാമത്തെ നിലയിലാണ് താമസിക്കുന്നത്. നോക്കണം, ഞാൻ ആ 3ാമത്തെ നിലയിൽ ഞാൻ കയറുവാൻ ഇടയായി തീർന്നു. ഞാൻ അവിടെ ചെന്ന് പാസ്റ്ററെ വിളിച്ചു, പാസ്റ്ററോട് കാര്യം പറഞ്ഞു. പാസ്റ്റർ പ്രാർത്ഥനാ മുറിയിലേക്ക്, അവിടെ ഒരു പ്രാർത്ഥനാ മുറി ഉണ്ട്. ഞങ്ങൾ 2 പേരും ആ പ്രാർത്ഥനാ മുറിയിലേക്ക് ചെന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ വേണ്ടി തുടങ്ങി. നോക്കണം, ഒരു 3 മണിക്കൂറും അവിടെ ഇരുന്ന് ആത്മാവിന്റെ നിറവിൽ ദൈവത്തെ ആരാധിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ വേണ്ടി ഇടയായി തീർന്നു. അന്ന് എനിക്ക് സ്വർഗത്തിലെ ദൈവം അത്ഭുത സൗഖ്യം തരുവാൻ ഇടയായി തീർന്നു. അതുകൊണ്ട് അത്ഭുത രോഗശാന്തിയിൽ ഞാൻ വിശ്വസിക്കുന്നു, അത്ഭുതങ്ങളിൽ ഞാൻ വിശ്വസിക്കുന്നു. കാരണം അതെൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ ഇടയായി തീർന്നു. അത് കഴിഞ്ഞ് നോ റിഗ്രഷൻ. അത് കഴിഞ്ഞ് ഒരിക്കലും ആരുടെയും മുമ്പിൽ, നിങ്ങൾക്കറിയാം, സൗദി അറേബ്യയിൽ എത്രയോ പ്രാവശ്യം എന്നെ മുസ്ലിം ആക്കുവാൻ വേണ്ടി ഫ്രാൻസിൽ നിന്ന് മുത്താമ്മമാരിവിടെ വന്നു, കോഴിക്കോട് നിന്ന് മൗലവിമാരിവിടെ വന്നു എന്നെ മുസ്ലിമാക്കാൻ വേണ്ടി. പക്ഷെ അവരുടെ എല്ലാം മുമ്പിൽ, നോക്കണം, ഇപ്പോഴത്തെ സൗദി അറേബ്യ അല്ല, 23 വർഷം മുമ്പുള്ള സൗദി അറേബ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നോക്കണം, ഇസ്ലാമിനെതിരെ ഒരു വാക്ക് പറഞ്ഞാൽ പിന്നെ കഴുത്തിന് മുകളിൽ തല കാണത്തില്ല. അത്രയ്ക്ക് ഭയമുള്ള ഒരു കാലഘട്ടം. ആ സാഹചര്യത്തിലും എന്നെ മുസ്ലിമാക്കാൻ വരുന്നവരോടും യേശു ക്രിസ്തു മാത്രമാണ് ഏക ദൈവമെന്ന് പറയുവാനുള്ള ധൈര്യവും ചങ്കൂറ്റവും ദൈവം എനിക്ക് തരുവാനിടയായി തീർന്നു. ഞാൻ നാട്ടിൽ വന്നു വീണ്ടും സുവിശേഷത്തിൽ വ്യാപൃതരായപ്പോൾ എൻ്റെ അങ്കിൾ KG കുറുപ്പ് പന്തളത്തൊരു ക്ഷേത്രത്തിന്റെ രക്ഷാധികാരിയാണ്. അദ്ദേഹം പറഞ്ഞു, നല്ല വീട്ടിലെ ഒരു നായ് പിറന്നു. ഇന്ന് ഞങ്ങൾ ഭയങ്കര കൂട്ടാണ്. പക്ഷെ അന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ, നല്ല ഒരു വീട്ടിൽ ഒരു പട്ടി ജനിച്ചു എന്ന് പറഞ്ഞാൽ കുടുംബത്തിന് മുഴുവൻ ഇവനൊരു ബാധ്യതയായിരിക്കും, ഒരു നാണക്കേടായിരിക്കും ഇവൻ കാരണം നമുക്കാർക്കും വെളിയിലോട്ട് ഇറങ്ങാൻ കഴിയത്തില്ല. മറ്റൊരു കാര്യം, എനിക്കെതിരെയും ഈ രാഷ്ട്രീയ ഭാവി നഷ്ടപ്പെടുമെന്ന് പറഞ്ഞ എൻ്റെ ഏറ്റവും മൂത്ത സഹോദരിയുടെ മകൻ
ബിജു കൃഷ്ണൻ എൻ്റെ മുമ്പിൽ നിന്ന് പറയുമ്പോൾ ഞാൻ ചെന്ന് പ്രാർത്ഥിച്ചു, കർത്താവ് ഈ വിഷയം ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുക. നിങ്ങൾക്കറിയണമോ, ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി ഞാൻ കഴിഞ്ഞും ആദ്യമായിട്ട് എൻ്റെ കുടുംബത്തിൽ സ്നാനം സ്വീകരിക്കുന്നതും ഈ ബിജു കൃഷ്ണൻ. അങ്ങനെ എൻ്റെ കുടുംബത്തിൽ ഇന്ന് ഒരാൾ ഒഴിച്ച് എൻ്റെ 3 സഹോദരിമാരും രക്ഷിക്കപ്പെട്ടും അവരുടെ മുഴുവൻ കുടുംബങ്ങളും രക്ഷിക്കപ്പെട്ടും ഒരു ബ്രദറിലോ മാത്രം ഇതുവരെ രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞ് ക്രിസ്തുവിനെ അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹം ദേവസ്വം ബോർഡിലാണ് ജോലി ചെയ്യുന്നത്. ദേവസ്വം ബോർഡിൽ ജോലി ചെയ്യുന്നതുകൊണ്ടും അദ്ദേഹത്തിനും ഇതുവരെയും പരസ്യമായിട്ട് ഏറ്റുപറയുവാൻ കഴിഞ്ഞിട്ടില്ല. എന്നോട് കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞതും ഇനി 1 വർഷം കൂടെ സർവീസ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ അങ്ങ് വരിക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, ജീവിച്ചിരിക്കുമ്പോൾ എന്തോ ഗ്യാരണ്ടിയാം. ആ ജോലി കളഞ്ഞ് ക്രിസ്തുവിനെ സ്വീകരിക്കുന്നതാണ് ഒറിജിനൽ വിശ്വാസം എന്ന് പറയുന്നത്. അപ്പം പറഞ്ഞു, എനിക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കൂ, ദൈവം എൻ്റെ ഹൃദയത്തിൽ അങ്ങനെ ഇടപെടാൻ വേണ്ടി ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് തന്ന ഒരു വാക്യമുണ്ട്, ഒരു കുളമ്പ് പോലും ശേഷിക്കാതെ വണ്ണം കർത്താവ് പറഞ്ഞ വാഗ്ദത്തം, നീ അവരുടെ പക്ഷം ചേരത്തില്ല, അവരെല്ലാവരും നിന്റെ പക്ഷം ചേരും. നിന്നാൽ ദൈവം നമ്മളെ നിർത്തും, കുഴഞ്ഞു പോയാൽ എന്നേക്കുമായ കുഴച്ചിലായി മാറും. അതുകൊണ്ട് ഈ സന്ദേശം കേൾക്കുന്ന ഞാൻ വിശ്വസിക്കുന്നു, ആയിരക്കണക്കിന് ആളുകൾ ഈ സന്ദേശം കേൾക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം സുജി പാസ്റ്റർ ഇത് ബ്രോഡ്കാസ്റ്റ് ചെയ്ത് ഇതിനകത്ത് നിന്ന് കട്ട് ചെയ്ത് 5 മിനിറ്റ് സന്ദേശം ലോകത്തുള്ള അനേകർക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. നിശ്ചയമായിട്ടും ഈ സന്ദേശം അത് നിങ്ങളുടെ കുടുംബത്തിൽ ഇന്ന് വരെയും ആരും രക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ, നിങ്ങൾ തനിയാണെങ്കിൽ, നിങ്ങൾ നെവർ ഗിവ് അപ്പ്, വിട്ടുകൊടുക്കരുത്. പ്രവർത്തിക്കുന്ന ദൈവം, എൻ്റെ കുടുംബത്തിൽ പ്രവർത്തിച്ച ദൈവം നിങ്ങളുടെയും കുടുംബത്തിൽ പ്രവർത്തിക്കും. നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവരും ഒന്നിച്ച് ആത്മാവിലും സത്യത്തിലും ഈ ജീവനുള്ള ദൈവത്തെയും ആരാധിക്കുവാൻ സർവശക്തനായ ദൈവം കൃപ ചെയ്യും. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഗോഡ് ബ്ലസ് യു.